الرسول الشفيع الأبتهي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي كل وقت دائما لها نجم في السماء النبي والسلام على الرسول الشفيع الأبتهي والحبيب العربي. എല്ലാവരും ഇരിക്കുക ഇൻഷാ അല്ലാഹ്. വളരെ കുറഞ്ഞ സമയം, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറയുന്നു. ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത്, ആരുടെയും വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാളിച്ചകളും പിഴവുകളൊക്കെ ഉണ്ടാവുക സാധാരണ. എന്നാൽ ആദർശപരമായി പറയുന്ന കാര്യങ്ങൾക്ക് ആദർശത്തിലൂടെ മറുപടി പറയാൻ മറുപക്ഷത്തുള്ള ആളുകൾ തയ്യാറാവും. വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ എന്തെല്ലോ ആരല്ലോ എന്തോ പറഞ്ഞ അതൊക്കെ അപ്പടി ഇട്ടിട്ട് നമ്മളെ വഷളാക്കി മാനസികമായി തകർക്കാമെന്ന് ഏതെങ്കിലും SSFകാരെ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ വളർന്നു വന്നത് നിങ്ങളെപ്പോലെ തീയിൽ മുളച്ച് തന്നെയാണ്. മാനസികമായി തകർക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. കാരണം ഞാനുള്ളത് യഥാർത്ഥ പക്ഷത്താണെന്നുള്ള ഉറപ്പ് ഞാൻ പല സ്ഥലത്തും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നെറ്റിലൂടെ നിങ്ങൾ അറിയുന്നതുകൊണ്ട് ഞാൻ അത് വിശദീകരിക്കുന്നില്ല. സാധാരണഗതിയിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില പിഴവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആമുഖമായി പറയുന്നത് എന്റെ ക്ലാസ് റൂമിലൂടെ ഈ വിഷയം പുറത്തേക്ക് പോകുന്നുണ്ടാവും. ഞാൻ വേങ്ങരയിൽ നിന്ന് പ്രസംഗിച്ച് നാട്ടിലെത്തുന്ന മുമ്പ് അത് അവിടെ എത്തിയിട്ട് കുറച്ചാളുകളൊക്കെ ചില വിഷയങ്ങൾ ഉണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു അത് കാന്തത്തിന്റെ കറാമത്താണ്. കേട്ടോളി, ഞാൻ ഇതിനിടക്കൊന്ന് കുറച്ച് വായിക്കാം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ സദസ്സിനെ മുൻനിർത്തി എന്റെ ഈ ശബ്ദം ലോകത്തിന്റെ വിവിധ ഭാഗത്ത് കേൾക്കുന്ന ഉറപ്പാണ്. എനിക്കുണ്ടായ അനുഭവം പച്ച വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞാൽ ഇന്ന് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന നിങ്ങളുടെ മുഷാവറ മെമ്പർ രാജിവെക്കേണ്ടി വരും, ഒരു സംശയമില്ല. ഉറപ്പിച്ചു പറഞ്ഞു, പറയിപ്പിക്കാം. പക്ഷേ SKSFും SYSും സമസ്ത ജംഇയ്യത്തുൽ ഉലമയും മുഴുവനും എന്നെ കൈവടിഞ്ഞാലും പത്രസമ്മേളനം നടത്തിയിട്ട് ചിലപ്പോൾ ഞാൻ ചിലതൊക്കെ പറഞ്ഞു അത് ചിലപ്പോൾ എന്റെ മരണത്തിലേക്ക് നയിക്കും. പറഞ്ഞാൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തൽക്കാലം മാറി നിൽക്കേണ്ടി വരും. അതോറപ്പാണ്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പോയി ചോദിച്ചോ. ഇത് ഓൺലൈനിൽ കേൾക്കുന്നുണ്ടാവുമല്ലോ. ഇതങ്ങനെ തന്നെ തുറന്നു പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ പറയുന്നു, ഇനി SKSF തന്നെ നാസർ സഖാഫിയെ ഒരു വേദിയിൽ കയറ്റണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് TP നന്ദകുമാർ മതി. നിങ്ങളെ മുഷാവറ മെമ്പർ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോകാൻ നാസർ സഖാഫിന് മുമ്പും പിമ്പും ആലോചിക്കൂല. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാൻ ഞാൻ സഫിയ ട്രാവൽസ് കൊടുത്തിട്ടുണ്ട്, ചമ്മാർ ബാഡിച്ചടക്കമുള്ളത്. പിന്നെ നിങ്ങളെ കൂട്ടത്തിലുള്ള സമയത്ത് ചെന്നൈയിൽ ഒരു കൊല്ലം ഹോട്ടലിൽ പൊറോട്ടക്കാരായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കൂട്ടത്തിലുള്ള സമയത്ത്, ഇപ്പുറത്തുള്ള സമയത്തല്ല. ഞാൻ 2010 ജനുവരി 16 ഔദ്യോഗികമായിട്ട് സമസ്തയുടെ പക്ഷത്തേക്ക് വന്നത്. എന്നാൽ 2007-2008 കാലയളവിൽ ഞാൻ ചെന്നൈയിൽ നുങ്കമ്പക്കത്ത് സെന്ററിലും ഹോട്ടലിലും പൊറോട്ടക്കാരനായി ജീവിച്ചിട്ടുണ്ട്. നിങ്ങളെ കൊടുത്തുണ്ടാവും. ഇന്ന് അള്ളാഹുവിനെ നോക്കിക്കൊണ്ട് പള്ളിയിൽ മാന്യമായി ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്ന ഫിത്നയുണ്ടാക്കിയിട്ട് ബുദ്ധിമുട്ടിക്കുന്നവർ ഓർത്തു വെച്ചോ, വല്ലാതെ ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിമ എന്ന സൂറത്ത് അൻആം എന്ന 7ാമത്തെ ജുസ്, ആ ജുസ് ഈ വിഷയം പറയുന്നുണ്ട്. അതുകൊണ്ട് ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി 7ാമത്തെ 6ാമത്തെ ജുസിന്റെ തുടക്കാണ്. അതുകൊണ്ട് ആക്രമിക്കപ്പെട്ടവനല്ലാതെ മോശമായ കാര്യങ്ങൾ പരസ്യമായി പറയാൻ പാടില്ല. പക്ഷെ ആക്രമിക്കപ്പെട്ടവന്റെ അവസ്ഥയിലേക്ക് എത്തിയാൽ പറയാൻ പറ്റുന്ന അതിന്റെ മഫ്ഹൂം വരുന്നത് ചിലപ്പോൾ ഞാൻ പത്രസമ്മേളനം നടത്തി അങ്ങ് പറയും. പറഞ്ഞാൽ ഉറപ്പ്
അത് എന്നോട് ബഹുമാനപ്പെട്ട ചപ്പാരപ്പുഴ ഉസ്താദ്, മാണിയൂർ ഉസ്താദ്, റഹ്മത്തുള്ള ഖാസിം മൂത്തേടം എന്നോട് വളരെ വ്യക്തമായി പറഞ്ഞ, സക്കാത്ത് നിങ്ങൾ പറഞ്ഞേക്കല്ലേ. അവരോട് ഞാൻ സ്വകാര്യം പറഞ്ഞിരുന്നു, ആ വാക്ക് നിങ്ങൾ പറഞ്ഞാൽ അത് എന്തായി പോയി, ആ മൊത്തം ആലിമ്യങ്ങൾക്ക് മോശമായി പോയി. അമുസ്ലിങ്ങളുടെ ഇടയിൽ ഇത് കണ്ടോ, ഒരു നർമ്മക്കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഒരു മലയാളിയുടെയും തമിഴിന്റെയും സർദാർജിയുടെയും തലച്ചോർ ഒരിക്കൽ വിൽപ്പനക്ക് വെച്ചു. മലയാളിയുടെ തലച്ചോറിന് 1,00,000 രൂപ. ശരിക്കും കേൾക്കണം, മലയാളിയുടെ തലച്ചോറിന് 1,00,000 രൂപ, തമിഴന്റെ തലച്ചോറിന് 2,00,000 രൂപ, സർദാർജിയുടെ തലച്ചോറിന് 10,00,000 രൂപ എന്നിങ്ങനെ വില രേഖപ്പെടുത്തി വെച്ചിരുന്നത്. ഇതെന്താ സർദാർജിയുടെ തലച്ചോറിന് മാത്രം ഇത്ര വില കൂടുതൽ എന്ന് ചോദിച്ചപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു, അത് മാത്രം ഒരിക്കൽ പോലും ഉപയോഗിക്കാത്ത ഫ്രഷ് തലച്ചോറാണ് സാർ. പ്രിയ സഹോദരങ്ങളെ, ഈ സർദാർജിയുടെ സ്ഥാനത്ത് കാന്തപുരത്തിന്റെ അനുയായികളെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ ലേഖനം വായിച്ചു തുടങ്ങുക. സർദാർജിയുടെ തലക്ക് മാത്രം 10,00,000. അതൊരിക്കലും ഉപയോഗിക്കില്ല, തലച്ചോറ് വെക്കൂല. കാരണം ഉസ്താദ് എന്ത് പറഞ്ഞോ അത് സത്യമാണ്, ഉസ്താദ് എതിർത്തോ അത് തെറ്റാണ്. എനിക്ക് സമസ്തയിലേക്ക് വരാൻ പ്രചോദനമായ ഒറ്റ കാര്യം, ഇപ്പൊ സത്യമായി ഞാൻ എല്ലാവരും പറയുന്നത് ഇവിടുന്ന് ആവർത്തിക്കുന്നു, സ്വർഗത്തിൽ പോകണ്ട ഞാൻ സ്വർഗത്തിലേക്ക് ഉറപ്പിച്ചു വെച്ചിട്ടായിരുന്നു. കാരണം മർക്കസ് മുത്തവ്വലിലേക്ക് എനിക്ക് ഫേസ് ചെയ്തതാണ് ചെന്നപ്പോ. കാരണം മർക്കസ് പോകുന്നതിന് തൊട്ട് മുമ്പ് എന്റെ ചരിത്രം പറയും. ഇനി ഏതായാലും ഞാൻ മറച്ചു വെക്കുന്നില്ല. മർക്കസിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് എന്നൊക്കെ ഞാൻ ആ പൊരുത്തൊക്കെ പറയാറിപ്പോ. ഉസ്താമാരെ പൊരുത്തക്കട എന്നൊക്കെ പലരും പറയും. ചിലപ്പോ എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ ഉടനെ പറയും അത് കാന്തപുരത്തിന്റെ കറാമത്താണ്. മർക്കസിൽ പോകുന്നതിന്റെ 1 കൊല്ലം ഞാൻ പടിഞ്ഞാറത്തറയിൽ കടലക്കച്ചവടം നടത്തിയിട്ട്, കടലക്കച്ചവടം അത് ഞാൻ സംഘടനയുള്ള സമയത്താണ്, അറിഞ്ഞേ മതിയെ. ചിലപ്പോ എന്തെങ്കിലും നമ്മളെ വേദനിപ്പിക്കാൻ ഒരു വല്ലാതെ ഇറങ്ങാറാണ്. കടലക്കച്ചവടം നടത്തി പടിഞ്ഞാറത്തറ ടൗണിൽ കടലക്കച്ചവടം നടത്തിയിട്ട് ആ 1 കൊല്ലം പൂർത്തിയായിട്ട് ഞാൻ മർക്കസിന്റെ പടിമറ്റത്തേക്ക് പോകുമ്പോൾ ചില ആളുകളൊക്കെ വിചാരിച്ചിരുന്നു നാസർ അങ്ങനെ മുഖ്തസ്വറിലെത്തി. സീഫേസി മുത്തവൽ എഴുതിയത് ഞാൻ വെട്ടിച്ചിരിക്കുക. 5 ദിവസമാണ് ഞാൻ കിതാബ് നോക്കിയത്. പെരുന്നാളിന്റെ പിറ്റേന്നാണ് മർക്കസിൽ ഞാൻ ഇങ്ങനെ പോകുന്നത് ഫോം മേടിക്കാൻ. എല്ലാവരും റമദാൻ തുടക്കത്തിലെ ഫോം മേടിച്ച് അത് പൂരിപ്പിച്ചു കൊടുത്ത് ഇന്റർവ്യൂവിന്റെ കാർഡുമായി കാത്തിരിക്കുമ്പോ ഞാൻ അന്നൊന്നും ചെയ്തിട്ടില്ല, പോവാൻ മർക്കസ് പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. അന്നേരം ചില സാഹചര്യം കൊണ്ട് പെരുന്നാളിന്റെ പിറ്റേന്നാണ് മർക്കസ് പോകുന്നതും ഞാൻ ഫോമുമായി കൊണ്ടുവന്നത് പൂരിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞത് എനിക്ക് ഇന്റർവ്യൂ കാർഡൊന്നുമില്ല, ഷവ്വാൽ 7 ഇന്റർവ്യൂവിന് ഹാജരാവാം. ഞാനാകെ ബേജാറായിപ്പോയി. 1 കൊല്ലായി കിതാബ് തുറന്നു നോക്കിയിട്ട് പടച്ചോറി എങ്ങനെ ഞാൻ ഇന്റർവ്യൂ ചെയ്യാം. 5 ദിവസം മഹാന്മാരുടെ മേലെ ഫാത്തിൽ ഊതിയിട്ട് ഉറക്കം ഒഴിവാക്കിയിട്ട്, എന്റെ ഉമ്മക്ക് ഒരു സങ്കടം, നാസറിനെ ഉറങ്ങാതിരുന്ന ശരിയാവില്ല, ഉറക്കം ഒഴിവാക്കിയിട്ട് കിതാബ് എടുത്ത് ഇരുന്ന് പഠിച്ചു. അന്ന് ഉസ്താമാരുടെ പോയിട്ടില്ല, 5 ദിവസം പഠിച്ചു. അൽഹംദുലില്ലാഹ് സീഫേസി മുത്തവ്വൽ തന്നു. മുത്തവ്വൽ വേണ്ടാന്ന് പറഞ്ഞു. മുഖ്തസറിൽ ഞാൻ എന്റെ കൂട്ടുകാരുടെ മുഖ്തസറിലായിരുന്നു. അങ്ങനെ മർക്കസ് ജീവിച്ചു. മുഖ്തസറിൽ ഇരിക്കാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട എന്ന് അന്ന് കാന്തപുര ഉസ്താദിന്റെ കയ്യിൽ നിന്ന് 3 കൊല്ലം ബുഖാരി ഓതണം. കാരണം നാളെ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ മഹ്ശറിൽ വെച്ചിട്ട്, അത് നേരത്തെ സംഭവിക്കുന്നതാണ് വാക്കുകൾ. അപ്പൊ സ്വാഭാവികമായിട്ടും ചോദിച്ചാൽ അള്ളാഹു ചോദിക്കും, എപിയെ നിങ്ങൾക്ക് എന്താ വേണ്ടിയേ, നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത്? എപിനോട് അള്ളാഹു ചോദിക്കും, എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഉടനെ എപി പറയും, ഞാൻ ഒരേ ഒരു കാര്യം ആഗ്രഹിക്കുന്നത്, മുത്തുനബിയുടെ ബുഖാരി, മുത്തുനബിയുടെ ഹദീസ് സമാഹരിക്കുന്ന ബുഖാരിയാണ്. ഇമാം ബുഖാരി സഹിയായ ഹദീസുണ്ട്, ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ സഹിയായ ആ കിതാബ് സഹീഹുൽ കിതാബില്ല സഹീഹുൽ ബുഖാരി. ആ ബുഖാരി എനിക്ക് എന്ത് ചെയ്യണം? മുത്തുനബി നോക്കിയിരിക്കുക, ദർശനം നടത്തണം സ്വർഗത്തിൽ വെച്ചിട്ട്. ഇതാണ് എപിന്റെ പൂജ. അല്ലാഹു തആല നേരത്തെ സമ്മതം കൊടുത്താണ്. അതുകൊണ്ട് ബുഖാരി സഭയ്ക്ക് ആര് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇമാം ബുഖാരിക്ക് പോലും അത് ചെയ്യാൻ പറ്റൂല. ആടല്ല, അവിടെ അത് എപിക്ക് എക്സ്പ്രസ് ചെയ്തതാണ്. അതുകൊണ്ട് എപിന്റെ കൂടെ പോയ ആൾക്കാർക്ക് അവിടെ സ്വർഗത്തിൽ അത് ബുഖാരി സഭയ്ക്ക് ഇരിക്കാൻ കഴിയും. അത് പഠിച്ചതുകൊണ്ട് എന്റെ മനസ്സിൽ അന്ന് സത്യം പറഞ്ഞാല് എനിക്കുണ്ട്, എന്തായാലും ബുഖാരിയിൽ 3 കൊല്ലം ഇരുന്നാൽ ഉറപ്പ് ഇനി എന്ത് തെറ്റുകൾ വന്നുപോയാലും
അള്ളാഹുത്തല പൊറുക്കും. റഹ്മാൻ റഹീമാണ്, ഒഫാറാണ്, വഫൂറാണ്, പൊറുക്കും ഇൻഷാ അല്ലാഹ്. ഉസ്താദിന്റെ കൂടെ ആ ബുഖാരിയിൽ ഇരിക്കാം. അപ്പൊ ആ ഒരു സന്തോഷം കൊണ്ട് അന്നൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ പറയുക, അള്ളാഹു എന്റെ മഹള് ഫള് കൊണ്ട് അവൻ നമ്മളെ കടത്തിരുമാറാകട്ടെ. അള്ളാഹുത്തല നമ്മളെല്ലാവരെയും, നമ്മൾ മരണപ്പെട്ടവരെയും നമ്മളെ സഹായിക്കുന്നവരെയും നമ്മുടെ കൂടെയുള്ളവരെയും എല്ലാം അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് വിട്ടുമാറാകട്ടെ. ഖൗഫിലും റജായിലും ആകുക, പ്രതീക്ഷയുണ്ട് എന്ന പേടിയുണ്ട്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, ആമക്കൊന്നും നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഇയാളെ പറ്റി എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് SSFകാരെ എന്റെ ശ്രദ്ധ ശ്രമിക്കുന്ന ഓൺലൈനായിട്ട് എവിടെയുണ്ടെങ്കിലും നിങ്ങളെ മൂപ്പരോട് പോയിട്ട് പടിഞ്ഞാറത്തത്തെ പുതിയാപ്പള എന്ന് ചോദിക്കാം. ഞാനിത് 2010 ജനുവരി 16 തളിപ്പറമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കൊല്ലം ആദ്യമായി രംഗത്ത് വരുമ്പോൾ നിങ്ങൾ പോയിട്ട് പടിഞ്ഞാറത്തെ പുതിയാപ്പള 2002, 2004 കൊല്ലത്തിൽ മർക്കസിൽ പഠിച്ച നാസർ സക്കാലാണ്. നാസർ പടിഞ്ഞാത്ര പുതിയാപ്പള എന്നെ വിളിക്കാൻ, ഏത് വിളിക്കാൻ കഴിയില്ല. ഞാൻ പടിഞ്ഞാത്രക്കാരനാണ്, പുതിയാപ്പള എല്ലാവരും. എങ്കിലും എന്നെ എങ്ങനെ വിളിക്കാൻ? നിങ്ങൾ പോയി ചോദിക്കാൻ നാസർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും പറയണോ? ഉസ്താദ് സമ്മതം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റേജ് കിട്ടി പറഞ്ഞോ, പിറ്റേന്ന് ഇൻഷാ അല്ലാഹ് സമ്മതം. പിന്നെ മുസാഫർ സ്ഥാനത്ത് ഒരുക്കില്ലെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കും. ഇൻഷാ അല്ലാഹ് ആദർശ വിശുദ്ധിയുടെ 90 വർഷം. ഞാനിങ്ങനെ എന്റെ മുഖത്ത് രണ്ടാൾക്കാരുടെ ഫോട്ടോ കാണുന്നുണ്ട്, ബഹുമാനപ്പെട്ട കുഞ്ഞാപ്പ സാഹിബിന്റെയും പിന്നെ ആണക്കാട് തങ്ങളുടെയും. അല്ലാഹുവേ, ഞാൻ ചിലപ്പോഴൊക്കെ മനസ്സറിഞ്ഞ് പറയാറുണ്ട്, സമസ്തയുടെ വേദിയിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നാവുകൊണ്ട് പറഞ്ഞോ ഇല്ല മറ്റൊരു കാര്യം. ഞാൻ തങ്ങൾക്കെതിരെ, പാണക്കാട് തങ്ങൾക്കെതിരെ ഞാൻ CPM-ന്റെ റാലിയിൽ വെച്ചിട്ട് മുദ്രാവാക്യം വെച്ച ആളാണ്. സത്യം പറയാം. അതുകൊണ്ടായിരിക്കും അതിന്റെ പേര് ചുവപ്പ് തന്നെ കള്ളു കുടിക്കാൻ പാടില്ല. നോക്കിയപ്പോ അത് മനസ്സിലായി. ഞാൻ 89-ൽ CPM-ന്റെ മനുഷ്യച്ചങ്ങല കേരളത്തിലുടനീളം നടന്നപ്പോ അതിൽ 8-ാമത്തെ വയസ്സിൽ എന്റെ ഉമ്മാന്റെ കയ്യിൽ പിടിച്ച് ഞാൻ ആ ചങ്ങലയിൽ കഴിഞ്ഞ പറഞ്ഞു വരുന്നത് CPM-ലൂടെ ചെറുപ്പത്തിലെ ആ ചിന്താഗതി വന്നതുകൊണ്ട് ഇനി APR ഇനി എന്ത് എന്നെ പറ്റി പറഞ്ഞാലും മാനസികമായി തകർക്കാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. പള്ളിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് തലയെക്കെട്ട് അഴിച്ചു വെച്ചിട്ട് വേറെ പണിക്ക് പോയാലും പേടിയില്ല. കാരണം ഞാൻ എല്ലാ പണിയും എടുക്കുന്ന ആളാണ്. ഡ്രൈവിംഗിൽ എനിക്ക് ബാഡിച്ച് കിടക്കുമുള്ള ലൈസൻസ്, ടാക്സി ഡ്രൈവറായിട്ട് പോകാം. പിന്നെ പൊറാട്ട പണി എടുത്തത് കൊണ്ട് 600 രൂപ ഇന്നത്തെ കാഴ്ചയിൽ എന്തായാലും കിട്ടും. പിന്നെ അത്യാവശ്യം മറ്റുള്ള വർക്കുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പണിയൊക്കെ ഏകദേശം ബേക്കറിയിൽ പോയിട്ട് കേക്ക് ഉണ്ടാക്കുന്നതും അതുപോലെ ബന്നുണ്ടാക്കുന്നതും അതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫുഡിന്റെ കാര്യത്തിൽ പണ്ടാരിയായിട്ടും പണിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്ത് പേടിക്കാണ് എനിക്ക്. ഇപ്പൊ അൽഹംദുലില്ലാഹ് താടി ന്യൂ ജനറേഷനായിട്ട് എല്ലാവരും വളർത്തുന്നുണ്ട്. താടി ഒഴിവാക്കണ്ടാരോ. പിന്നെ ഞാൻ എന്റെ ഡ്യൂട്ടി സമയം കഴിഞ്ഞാൽ അന്നും പള്ളി പോകുമ്പോ ഞാൻ തലകെട്ടി ജുബ്ബ ധരിച്ചിട്ട് പോകാറ്. ചെന്നൈയിൽ എന്നെ അന്ന് അഭിസംബോധന ചെയ്ത് ഹസ്രത്ത് ബായി എന്നാ വിളിക്കാറില്ല. കാരണം ഞാൻ ഈ തലയെക്കെട്ടും എന്റെ ഡ്രസ്സും ഞാൻ പഠിച്ചതുകൊണ്ട് ആ നിലക്ക് നടക്കണം ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് അത് ഞാൻ ജോലി സമയം കഴിഞ്ഞാൽ പള്ളിയിൽ പോകുമ്പോൾ ഞാൻ തലകെട്ടി പോകാറുള്ളൂ. പിന്നെ താടി ഇപ്പോഴത്തെ കാലത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ഏത് പണിക്കും പോകാം. നിങ്ങൾ പണിക്ക് എന്നെ ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ കൂട്ടന്മാരെ ബെരൂലാന്നൊക്കെ വിചാരിച്ചു പോയിരുന്നു. കാരണം ആ രൂപത്തിലൊക്കെ കളി അവർ കളിച്ചിരുന്നു. കൊടുക്കാനുള്ള എല്ലാ വഴിയും അല്ലാഹു തൗഫീഖ് കൊണ്ട് സമസ്തയുടെ കറാമത്ത് കൊണ്ട് പോയി. ഒരു പ്രത്യേക വർഗമാണ് കാന്തപുരത്തിന്റെ അനുയായികൾ. മനുഷ്യക്കോലമുള്ള ഒരു പ്രത്യേകതരം ജീവികളാകുക അവർ എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. എന്തൊക്കെ വിവാദമുണ്ടായാലും പൊതുസമൂഹം കാന്തപുരത്തിന്റെ തട്ടിപ്പുകൾ തിരിച്ചറിഞ്ഞാലും അനുയായികൾ പാഠം പഠിക്കാനോ തങ്ങളുടെ പക്കൽ വന്ന അപകടങ്ങൾ പരിഹരിക്കാനോ തയ്യാറല്ല. മനസ്സിലായില്ല? എന്ത് അബദ്ധം സംഭവിച്ചാലും അതാണ് ഇത് ഞാൻ ചെറുങ്ങനെ വന്ന പ്രസംഗത്തിന്റെ അടുത്ത് സൂചിപ്പിക്കുന്ന മാത്രം. മറ്റൊന്ന്, എന്നാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന അഗ്നി അന്വേഷി ആക്രിസ്ഥാപനങ്ങൾ തപ്പി നടക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തോളിലൊരു കീറച്ചാക്കുമായി പഴയ പാട്ട, ഇരുമ്പ്, തകരം, കുപ്പിപ്പാത്രം എന്നിവ കൊടുക്കാനുണ്ടോ എന്ന് വിളിച്ചലറി നടക്കുന്ന കാന്തപുരം സ്വദേശി ആലങ്ങാപ്പയിൽ അബൂബക്കർ എന്ന ഏതോ ഒരു വ്യക്തിയെ നമുക്ക് പരാതിയാണ്.
ഇതൊക്കെ ഒരു നമ്മളെ മേഘത്തിൽ വന്നല്ല, വേറെ മേഘത്തിൽ വന്നത് ഇടയ്ക്ക് സൂചിപ്പിച്ച് മാത്രം. എന്തെല്ലാം കാര്യങ്ങൾ ഇത് പറഞ്ഞു പോട്ടെ. ഏതായാലും അവസാനം ഈ ലേഖനത്തിന്റെ അവസാനം ഞാൻ വിഷയത്തിലേക്ക് കിടക്കാണ്. അവസാനം കൊണ്ടുവരുന്നത്, എന്റെ പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. ബൈബിൾ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 39. അധ്യായം 39. ഇത് പറഞ്ഞതുപോലെ പാനപാത്രം പോയി, മുടി മാത്രമേ പാടുള്ളൂ. പിന്നെ പുതപ്പ് പഠിച്ചോനിക്കറിയാം ശരിയല്ലേ. പിന്നെ ഒരു കമീസോ എന്തോ ഒരു ഡ്രസ്സ് വന്നിരുന്നല്ലോ, അതിന്റെ ഡ്രസ്സ് ഇല്ല. ഒരു സക്രമത്തിൽ പറഞ്ഞതുപോലെ ഞാൻ എന്റെ കൂട്ടുകാരനോട് ചോദിച്ചതും പറഞ്ഞു, നാസറേ, പിന്നെ ഉസ്താദിനെ ഹസറജും ജാലിയാവാലും പറ്റിച്ചതാണെങ്കിൽ, അപ്പൊ എനിക്ക് വിശ്വാസമില്ലെന്ന് ഉറപ്പായിരുന്നു. പറ്റിച്ചതാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അവരേറ്റെടുത്തോടെ നമ്മളെന്തിനെ പിന്നെ പോകുന്നത് പോരാ. കാസർഗോഡ് ജില്ലയിലെ ആലമ്പാടിക്കടുത്ത് ഇപ്പോഴും അവരെ സജീവ നേതാവ്, ഞാനൊരു തങ്ങളെ കൂടെ അവിടെ പോലെ ഞാൻ പറഞ്ഞൊക്കെ എപ്പോ വിവാദം. ഇനിയിപ്പോ എന്റെ തങ്ങൾക്കും വിഷമം ഉണ്ടാവുകയാണ്. കാരണം വേഗന പ്രസംഗിച്ചൊരു വിഷയം. ഏതായാലും പോട്ടെ, ഞാൻ ആ തങ്ങളെ കൂടെ അവിടെ പോയി. എന്റെ കോലം കണ്ടപ്പോ അസ്സലാമു അലൈക്കും വസല്ലം, നിങ്ങൾ ഞാൻ പറഞ്ഞു, ഞാനൊന്നും മിണ്ടിയില്ല. അവൻ പറഞ്ഞു, അപ്പോ എന്തോ തങ്ങന്മാരെ വിഷയം പറഞ്ഞ ഉടനെ യുപിഎസ് തങ്ങൾ പറഞ്ഞു, പാണക്കാട് തങ്ങന്മാരാണ് യഥാർത്ഥ തങ്ങന്മാർ. അയാൾ ഇൻസൾട്ട് ചെയ്ത് പറഞ്ഞ പാണക്കാട് തങ്ങളെ കേരളത്തിൽ തങ്ങന്മാരായിട്ടുള്ള, ബാക്കിയുള്ളതൊന്നും തങ്ങന്മാരല്ല എന്നാണ് ജനങ്ങളുടെ കാഴ്ചപ്പാട്. അയാൾ പറയാൻ ഞാൻ ആദ്യം വിചാരിച്ച് സത്യം പറഞ്ഞാൽ നമ്മളാണ്. പിന്നീട് എന്നോട് പറഞ്ഞേ, കാഫി, ഞാൻ ഈ നാട്ടിൽ വരുമ്പോ ആ നാട്ടിൽ ഞാൻ മുമ്പ് പോയി പ്രസംഗിച്ച പാവത്തിന് അറിയൂല പാവം. ഏതായാലും അയാൾ പറഞ്ഞു, ഞാൻ ഈ നാട്ടിൽ വരുമ്പോ ആകെ 16 ആൾക്കാരെ SIS ഉണ്ടായിരുന്നു. അള്ളാഹു തോന്നിക്കൊണ്ട് ഞാനിപ്പോ ഇവിടെ 160ഓളം ആളുകളെ SIS ചേർത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, ഇത് നമ്മുടെ ടീമല്ല. ഉടനെ ഞാൻ പറഞ്ഞു, എന്നാ നിങ്ങൾ പറയുന്ന ആ SIS ഞാനില്ല, ഞാനതിന്റെ പുറത്താണ്. അപ്പൊ അങ്ങനെ അയാൾ ആകെ മുഖം ഒന്നായി എന്തായി പോയി. പിന്നില്ല, പണ്ട് ചേളാരി വിജയവരുടെ അനുഭവം തങ്ങൾ എന്നെ കൂടെ ബൈക്കിൽ കയറി, ഞാൻ കൂടിക്കൊണ്ട് മക്കളെ പിന്നെ മാഷാള്ള, ഞാൻ മാഷാള്ള ചെല്ലാനായിട്ടില്ല, ഞാനാ കൂട്ടത്തില്ല. അപ്പൊ ഉടനെ അയാൾ പറഞ്ഞു എന്നോട്, സംഗതി എന്താണ്? ഞാൻ പറഞ്ഞു, ഇന്നൊക്കെയാണ് പ്രശ്നം, ഞാനും 10-15 കൊല്ലം മൂപ്പർ കൂടെ പോകാത്തത്, പിന്നെ ഞാൻ ആരോടും പറയാറില്ല. അപ്പൊ അയാളെ മനസ്സ് മടുത്തു എന്ന് പറഞ്ഞതുപോലെ തങ്ങൾ പറഞ്ഞു, തങ്ങൾ ചാകെന്തായിപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് മുടിയിൽ വിശ്വാസമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, ചില ആളുകൾ പറയാൻ, നിങ്ങൾക്ക് മുടിനെ പറ്റി നേരിട്ട് പോയി ചോദിച്ചൂടെ? ഉസ്താദിനോട് ഡയറക്റ്റ് പോയി ചോദിച്ചു, ഇങ്ങനെ പ്രസംഗിക്കാൻ പറയണോ എന്നാ ആദ്യം ഞാൻ ഒഴിവാണ്. ഞാൻ 2004 കൊല്ലം 2004 മർക്കസിൽ ആദ്യമായ മുടി പ്രദർശനം നടത്തിയപ്പോ നിങ്ങളെ കയ്യിലൊക്കെ മുടിന്റെ പദം വന്നത് ഇപ്പൊ 2-3 കൊല്ലമായിട്ടല്ലേ ഉള്ളൂ. എന്റെ അടുത്തത് ഇപ്പൊ ഏകദേശം കാലം കുറയല്ലോ. മർക്കസിൽ 2003 എന്റെ അറിവിനനുസരിച്ച് മുടി എത്തിയിട്ട് 2003 മുടി എത്താനൊരു കഥയുണ്ട്, മുടി കൊണ്ടുവരാനുള്ള കഥ ഞാൻ പലർക്കും പറയാറുണ്ട്. ഒന്ന് സൂചിപ്പിക്കുന്നു, ഒന്ന് നമ്മുടെ മമ്പറത്തെ മക്കാമ് കിട്ടിയില്ല, പോയി. പാറപ്പള്ളി മക്കാമും കിട്ടിയില്ല. അതിന്റെ സ്ഥലമൊന്നും എന്റെ ന്യൂനത്തിൽ പ്രസംഗത്തിലുണ്ട്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കില്ല. ഇത് രണ്ടും കിട്ടാണ്ടായപ്പോ മടവൂര് പണ്ടേ പോയി. അപ്പൊ സ്വാഭാവിക ഉള്ളാളത്തെ കഥ നിങ്ങൾക്ക് അറിയണോ? ഉള്ളാളത്ത് അവര് ദർശനം നടത്തുന്നല്ലാതെ ഉള്ളാളത്ത് കഷ്ടയാണല്ലോ. അതിന്റെ പുറമെ ഉള്ളാളത്ത് ഉറൂസിൽ എന്തെല്ലാം നടക്കുന്നത് നിങ്ങളവിടെ പോയി കാണും. മടവൂർ മക്കാമ് നമ്മൾ സമസ്തയുടെ കീഴിലാണല്ലോ. അതുപോലെ വരക്കലും അതേപോലെ മമ്പറത്തും അവിടെയൊക്കെ ഉറൂസിൽ നിങ്ങൾ പോയി പങ്കെടുക്കാം. ഉള്ളാളത്ത് 5 കൊല്ലത്തിലൊരിക്കൽ ഉറൂസ് നിങ്ങൾ അവിടെ പോയിട്ട് പങ്കെടുക്കാം. എന്നിട്ട് സമസ്തയുടെ കീഴിലുള്ള മക്കാമുകളിൽ നടക്കുന്നതും ഓലാണ് അവകാശപ്പെടുന്ന അവരുടെ സ്ഥലത്ത് നടക്കുന്ന പരിപാടി കണ്ടോ. അപ്പൊ നിങ്ങൾ കാര്യം മനസ്സിലാവും. ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളി. അങ്ങനെയാണ് എന്റെ രീതി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഒരിക്കലും ഞാന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു ആരോപണം വന്നു. എന്താ അറിയോ? നിങ്ങൾ അറിയണം, ഈ ആരോപണം കേൾക്കുമ്പോഴേക്കും പേടിച്ചു. എന്നെപ്പറ്റി പള്ളിയിലെ പ്രസിഡന്റ് പറഞ്ഞത് എന്ത്? ഉത്തരം പള്ളി കണ്ണൂർ ജില്ല സനതടക്കം തന്നെ പറഞ്ഞു. പ്രസിഡന്റ് നിങ്ങളെ പള്ളിയിലൊക്കെ നടത്താൻ പറ്റൂല, പെണ്ണുങ്ങളൊക്കെ വരും, മക്കാമുള്ള പള്ളിയാണ്, പെണ്ണുങ്ങളൊക്കെ വരും. എനിക്കൊരു ഡൗട്ട്, എന്താ പഠിച്ചാൽ പറ്റിയ? ഞാൻ ഇത് അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് നോക്കുമ്പോ അവിടുത്തെ ജോയിന്റ് സെക്രട്ടറി എന്നോട് പറഞ്ഞു, എന്റെ പേര് നിങ്ങൾ പറയരുത്, ഒരു കാരണവശാലും പറയരുത്, നിങ്ങളെപ്പറ്റി എന്നാണ് പേര് സൈലം പറയുന്നത്.
ഇന്നാണ് ഇവിടെ വന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ട് വേറൊന്നുമല്ല, ആണുങ്ങളില്ലാത്ത വീട്ടിൽ പെണ്ണുങ്ങളെ കൂടെ കിടന്നു. വാക്ക് ശരിക്കും ശ്രദ്ധിക്കണേ, എന്റെ വാക്ക് ശരിക്കും ശ്രദ്ധിച്ചോളൂ, ഇത് ഓൺലൈനിൽ കേൾക്കുന്നുണ്ട്. ആണുങ്ങളെ ഇല്ലാത്ത വീട്ടിൽ പെണ്ണുങ്ങളെ കൂടെ കിടന്നു. തെറ്റല്ലേ? നിങ്ങളുടെ അഭിപ്രായം തെറ്റല്ലേ? ആണുങ്ങളില്ലാത്ത വീട്ടിൽ പെണ്ണുങ്ങളെ കൂടെ കിടന്നുറങ്ങിയെന്ന് പ്രസിഡന്റിനോട് പറഞ്ഞു. എന്റെ മഹല്ല റഹ്മാനായ റബ്ബേ, ഞാനിപ്പോ ആരായി? സീന ചെയ്ത ആളായി. സത്യം പറഞ്ഞാൽ സീന ചെയ്ത ആളായി. ഇത് ഈ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അപ്പൊ എന്നോട് അയാൾ പറഞ്ഞത്, നിങ്ങൾക്കിത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളിത് തെളിയിക്കണം. നിങ്ങൾ ഇവിടുന്ന് പോയാലും കുഴപ്പമില്ല, തെളിയിക്കൽ നിങ്ങളെ ബാധ്യത. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളർന്നു വന്നത് ആ ലെവലിൽ വന്നതാണല്ലോ. പേടി അള്ളാഹുവിനെ നോക്കിക്കൊണ്ടില്ല. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ നടന്നു പോയിക്കൊള്ളുന്ന പറഞ്ഞാൽ ഞാൻ നടന്നു പോകാൻ ഒരു മനുഷ്യനും പേടില്ല. വരുന്നത് തിരിച്ചു അവരെ ഞാൻ പോയി അവിടെ മാട്ടൂരിൽ സൗബാമ്പള്ളി പോയി പേരെടുത്ത് വന്നത് ഇവിടുത്തെ സുഖം ഞാൻ പറഞ്ഞ കളവാണെങ്കിൽ അവരെ നാളെ കൂടെ വരട്ടെ. ഇന്ന് എന്റെ കൂടെ വന്നോ, ഞാൻ അടുത്ത് പോയി പറയിപ്പിച്ചു. സൗബാമ്പള്ളിയിൽ ഞാൻ പോയി, മാട്ടൂര് ഉള്ളാർന്നങ്ങൾ ഉദ്ഘാടന പള്ളിയാ. അന്ന് ഞാൻ സംഘടന മാറിയ സമയമാണ്. ആ പള്ളിയിൽ ഞാൻ പോയി, അവിടുത്തെ പരിസരവാസികളെ വീട്ടിൽ കയറി ഇറങ്ങി എല്ലാവരോടും ഞാൻ പള്ളിയിൽ വരാൻ പറഞ്ഞു. മകരിവിൻ ചില ആളെ വീട്ടിൽ വിളിച്ചു, എന്തിനാ ഞങ്ങളെ കൊണ്ട് വരുന്ന സമസ്തക്കാരായ ആളുകൾ? ഞാൻ പറഞ്ഞു, നിങ്ങൾ വരണോ, നിങ്ങൾ എന്നെ സ്നേഹിച്ച ആൾക്കാരല്ലേ, നിങ്ങൾ വന്നേ മതിയാവൂ. അവരെ സൗബാമ്പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി മകരിവിനെ നിസ്കാരം കഴിഞ്ഞ് ഇമാമ ദുആ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, ഈ നാട്ടിൽ ഏതോ ഒരു ആണുങ്ങളില്ലാത്ത വീട്ടിൽ ഞാൻ പെണ്ണുങ്ങളെ കൂടെ കിടന്നുറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇവിടുന്ന് തെളിയിക്കണം. ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ശരിയാണെങ്കിൽ എന്നെ എറിഞ്ഞു കൊല്ലണം. ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുമെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിങ്ങൾ എന്നെ ശിക്ഷിച്ചേ മതിയാവൂ. നാളെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ കുറ്റവാളിയാകാൻ പാടില്ല. തെറ്റ് ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യം. അത് പറഞ്ഞപ്പോ കൂട്ടത്തിൽ ശംസുദ്ദീൻ മുസ്ലിയാർ പേരെടുത്ത് പറഞ്ഞു. അയാൾ പറഞ്ഞു, നിങ്ങൾ ആരോ എന്തെങ്കിലും പറഞ്ഞ എന്റെ പേരിൽ എന്ത് ചെയ്യണ്ട, ഇവിടെ വന്ന് കച്ചറ ഉണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞു, ആരോ അല്ല പറഞ്ഞു, നിങ്ങളുടെ അനിയൻ അന്ന് മാട്ടൂർ SYSന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഇരിക്കുന്ന സക്കരിയ മാസ്റ്ററാണ് പറഞ്ഞത്. പ്രശ്നം പോണോ? അവസാനം ഇയാൾ അന്ന് കയ്യൂരി അങ്ങനെ അറിയാം. ഞാൻ പറഞ്ഞത്, അയാളെ ഭാര്യാനും കൂട്ടി വന്നപ്പോ മനസ്സിലായിക്കോളെ, അത് ഞാൻ നേരത്തെ പറഞ്ഞു ഓർക്കണം. അയാളെ ഭാര്യാനും കൂട്ടി വന്നപ്പോ അവിടെ അടുത്ത വീട് മുനവറിന്റെ വീടാണ്. ഓന്റെ ഉപ്പ ബോംബെയിലാണ്. ആ വീട്ടിൽ ഓന്റെ ഉമ്മയും ഓന്റെ പെങ്ങൾ മറ്റൊക്കെ ഉള്ളത്. അപ്പോ ആ വീട്ടില് ഞാൻ ആ 2 റൂമേ ഉള്ളൂ. ഒരു റൂമിൽ ഓന്റെ ഉമ്മയും ഓന്റെ പെങ്ങളും ചെറിയ കുട്ടികളൊക്കെ കിടന്നിറങ്ങി. മറ്റൊരു റൂമിൽ ഞാനും എന്റെ ഭാര്യയും കിടന്നു. മുനവറിനോട് ഞാൻ തൽക്കാലം കാണുന്ന ദൂരത്തിലെ പള്ളി, ഇങ്ങനെ നോക്കിയാൽ പള്ളി കാണും. പള്ളി 2 റൂമിൽ മുനവറിനോട് കിടന്നോളം പറഞ്ഞു. ഞാൻ എന്റെ ഭാര്യന്റെ കൂടെ കിടന്നുറങ്ങിയത് ഒരു റൂമിൽ, അപ്പുറത്ത് ഓന്റെ ഉമ്മയും ഓന്റെ കൂടെ കിടന്നുറങ്ങുന്നത്. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഞാൻ പെണ്ണുങ്ങളെ കൂടെ കിടന്നുറങ്ങുന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേറെ പെണ്ണുങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എങ്ങനെയാണ്? ഇതാണ് അവരെ. ഞാൻ പെണ്ണുങ്ങളെ കൂടെ കിടന്നത് അത് മൂപ്പർക്ക് മനസ്സിലാവാത്ത കൊണ്ടാണ്. ഇങ്ങനെയാണ് മാറ്റൽ. പോലെ വിചാരിച്ച് മറ്റുള്ളവരെ പറ്റി ആരോടും പറഞ്ഞ പോലെ ഞാൻ കേട്ടങ്ങ് വീഴും. ഇല്ല, തെളിയിക്കണ്ടെടുത്തിൽ അത് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് അതിന് ജീവൻ പോന്നാണങ്ങ് പോയിക്കോട്ടെ. ഏതായാലും ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും റബ്ബ് എന്നോട് ചോദിച്ച, മോനെ എന്താ ഇങ്ങനെ അള്ളാഹു എന്നോട് ചോദിച്ച, ഞാൻ റബ്ബിനോട് പറയും, റബ്ബേ എനിക്ക് 100% ബോധ്യമായി തെറ്റാണെന്ന് ബോധ്യമായി ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ പോയത്. അത് തെറ്റല്ല എന്ന് വെക്കണം. പിന്നെ നിനക്ക് വിഷയമല്ല. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തുറന്നു പറയാൻ കഴിയും, ഈ സംഘടനാ വേദിയിലൊക്കെ വരുമ്പോ ധൈര്യത്തോടെ കയറി വരുന്നത് എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും പേടിപ്പെടുത്തലെല്ലാം ഉണ്ട്. പക്ഷേ അള്ളാഹുവും അവന്റെ റസൂലും നിരോധിച്ച ഒരു കാര്യവും നമ്മുടെ ഈ മേഖലയിലേക്ക് വന്നതിന് ശേഷം, അതായത് കോളേജിൽ ഭാര്യകായി പള്ളി മേലേക്ക് ഇറങ്ങിയതിനു ശേഷം സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് 100% ഉറച്ചു വിശ്വസിക്കുന്ന എനിക്ക് ഒരു പേടിയില്ല. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ടി വരും. പലതും പറയും. കാത്തിരുന്നോളൂ, അല്ലാഹു അത്തരം വിഷയത്തിലേക്ക് എത്തിക്കാതിരിക്കട്ടെ. ഏതായാലും പറഞ്ഞു വരുന്നത്, ഈ സനദും കഥകളൊക്കെ കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം കഥകളാണ് ഇവർ മാറ്റിമറിച്ചത്. ഇനി പോട്ടെ, നമ്മുടെ നേതാക്കന്മാരെ പറ്റി എന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ ഓതാറുണ്ട്, ഇസ്തഹവദ അലൈഹിം ശൈത്താൻ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ അലാ ഇന്ന ഹിസ്ബുശ് ശൈത്താന ഹുമുൽ ഖാസിറൂൻ. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് ആർക്കെതിരെ അവർ ഉന്നയിച്ചത്?
ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഷംസുലമടക്കമുള്ള 34 പണ്ഡിതന്മാർ, ഇവിടെയുള്ള സാധാരണക്കാർ മനസ്സിലാക്കണം, ഈ 34 പണ്ഡിതന്മാർ പിഴച്ചവരാണെന്നും അവർ നരകത്തിൽ പോകുന്നവരാണെന്നും എന്നതിന് തെളിവായി ഓതിയ ആയത്താണ് ഇസ്തഹദഅലൈഹിം ശൈത്താനു ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്താൻ ഹുമുൽ ഖാസിറൂൻ. ഞാൻ അതിലേക്ക് വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല, അത് നിങ്ങൾക്ക് നെറ്റിൽ പരിശോധിച്ച് കാണാൻ കഴിയും. ഇനി എന്നാൽ എ പി വിഭാഗം സ്വർഗത്തിലാണ്, എ പിക്കാർ സ്വർഗത്തിലാണ്, എ പി അംഗീകരിക്കുന്നവരും എ പി പണ്ഡിതന്മാരും സ്വർഗത്തിലാണ് എന്നതിന് ഓതിയായത്തോ എന്ന് തുടങ്ങി അവസാനം അവർ അള്ളാന്റെ പാർട്ടിയാണ്, എ പി ആണ്. അലാ ഇന്ന ഹിസ്ബുല്ലാഹ്, എ പി അംഗീകരിക്കുന്ന ആളുകളും ഹുമുൽ മുഫ്ലിഹൂൻ, വിജയികളാകും എന്ന് പറഞ്ഞിട്ട് എ പിക്കാരെ സ്വർഗത്തിൽ പോകുന്നതിന് ആയത്തു. അവസാനം നിമിത്തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എ പി നോക്കിയാൽ അവരുടെ കൂട്ടത്തിൽ ഞാൻ പറയുന്നു എ പിക്കാണ് സ്ഥാനം, നിമിത്തങ്ങൾക്ക് സ്ഥാനമില്ല. ഞങ്ങൾക്കറിയൂലേ, നിങ്ങൾ കേട്ടതായിരിക്കും, കേട്ടാൻ വലുതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കുണ്ടൂർ ഉസ്താദ് മദീനയിലേക്ക് പോയി. ഈ പകര പറഞ്ഞ സ്വപ്നജീവി അയാൾ പറഞ്ഞു കുറുങ്ങനാണ്, അയാൾ പറഞ്ഞ കളവാന്നുള്ളത് പിന്നീട് വേറെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്, അതും ഞാൻ പേര് പറഞ്ഞു സന്നദ്ധക്കെ പറയൂ. 32 കൊല്ലം മദീനയിൽ ജോലി ചെയ്തിരുന്ന നിങ്ങൾ ഈ ജില്ലക്കാരനായ ചേളാരിക്കടത്ത് കടക്കാട്ടുപാറയിലെ കോയ മുസ്ലിയാ അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ കളവാണ്. ആര് പറഞ്ഞത്? നാസർ സക്കാഫി പറഞ്ഞ കളവാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കുണ്ടൂർ ഉസ്താദ് എല്ലാ കൊല്ലവും മക്കത്ത് വന്നാൽ, ഹജ്ജിന് വന്നാൽ മദീനത്ത് സിയാറത്ത് ചെയ്യാതെ പോലെ ഒരൊറ്റ കൊല്ലം പോയിട്ടില്ല. ഞാൻ 32 കൊല്ലം മദീനയിൽ ജോലി ചെയ്തിരുന്നു. അപ്പോഴൊക്കെ എന്തിരുന്നു വന്ന 32 കൊല്ലമല്ല, ഞാൻ ജോലി സമയത്ത് മൂപ്പര് അവസാനം കണ്ട് വന്നപ്പോഴൊക്കെ മദീനയിൽ വന്ന് സിയാറത്ത് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉസ്താദ് പറഞ്ഞ കളവാണ്. ഞങ്ങളെ ഖത്തീബ് കളവ് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. ഞാൻ പറഞ്ഞു കോയ ഉസ്താദെ ഞാൻ കളവ് പറഞ്ഞു, ഞാൻ ഹിക്കായത്ത് ചെയ്യണം. അതായത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള പകരം അഹമ്മദ് ഹസനെ പ്രസംഗിച്ച ഒരു വിഷയത്തെ ഞാൻ ഹിക്കായത്ത്. എന്താ പകരം ഹസനെ പറഞ്ഞത്? കുണ്ടൂർ ഉസ്താദ് മദീനയിലേക്ക് ഹജ്ജിന് പോയി സിയാറത്ത് ചെയ്യാൻ പോയി. ചെന്ന് നോക്കുമ്പോൾ വല്ലാത്ത തിരക്ക്, പമ്പൻ തിരക്ക് കണ്ടപ്പോ കുണ്ടൂർ ഉസ്താദ് പറഞ്ഞത്ര ഞാൻ പറഞ്ഞത്ര അവിടുന്ന് അന്ന് സിയാറത്തിൽ പറഞ്ഞു ഇനി ഞാൻ ഇങ്ങോട്ട് വരൂല, ഇനി ഞാൻ സിയാറത്തിന് തിരക്കുണ്ടാവാൻ പാടില്ല, ഞാൻ വരുന്ന സമയത്ത് ആളൊന്നും ഇല്ലെങ്കിൽ മാത്രം ഞാൻ സിയാറത്ത് ചെയ്തു, തിരക്കുണ്ട് ഞാൻ വരൂല എന്ന് പറഞ്ഞിട്ട് കുണ്ടൂർ ഉസ്താദ് മടങ്ങിപ്പോയിരിക്കും. ആരോടാ പറയുന്നു, എവിടെ വെച്ചാ പറയുന്നൊക്കെ ചിന്തിക്കണം. എന്തോ അല്ലാഹു ആലം, എനിക്കറിയില്ല. പകര പറഞ്ഞത് എനിക്കറിയും. ഏതായാലും പകരക്കാക്ക പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അയാളെ താടിയും അയാളെ ദർശന കുട്ടികളൊക്കെ എണ്ണൊക്കെ വെച്ച് നോക്കിയാൽ അല്ലാഹുവേ അയാൾ ഇങ്ങനെ പറയാണ്, അയാൾ പറഞ്ഞ അയാൾക്ക് തന്നെ എനിക്കറിയില്ല. ഏതായാലും അയാൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ കുണ്ടൂർ ഉസ്താദ് അവിടെ തിരിച്ചു വന്നു. പിറ്റത്തെ കൊല്ലം വീണ്ടും ഹജ്ജിന് പോയി മദീനത്തേക്ക് ചെന്നോക്കുമ്പോ ബാബു സലാമിനോട് നോക്കുമ്പോ വല്ലാത്ത തിരക്കാണ്. അല്ലാഹുത്തആല അവിടെ എത്തിക്കുമാറാകട്ടെ. അല്ലാഹുത്തആല അവിടെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. പോയവർക്ക് വീണ്ടും പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതായാലും നോക്കുമ്പോൾ ഭയങ്കര തിരക്കാണ്. നിങ്ങൾ ഈ പറയുന്ന വാക്യം തമാശയ്ക്കറിയായിരിക്കും. എന്താ പറഞ്ഞത് എന്ന് അതിന്റെ അസിലേക്ക് നോക്കണം. അവിടുന്ന് തിരിച്ചു സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, യാ അബ്ദുൽ ഖാദർ തആല, യാ അബ്ദുൽ ഖാദർ. റസൂലുള്ളാഹിക്ക് വല്ലാത്ത പ്രിയ മൂപ്പരോട്. ആരോട്? കുണ്ടൂർ ഉസ്താദ് വന്നിട്ട് തന്നെ കാണാതെ തിരിച്ചു വന്ന് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന് ഭയങ്കര വിഷമായി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിതങ്ങളെ ഖബറിൽ ഇങ്ങനെ ആ റൗള ശരീഫിൽ നിന്ന് എണീച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, യാ അബ്ദുൽ ഖാദർ തആൽ, ഓ അബ്ദുൽ ഖാദർ ഇങ്ങോട്ട് വരാ. ഇന്നോക്കിട്ട് പറഞ്ഞു, ഞാൻ വരൂല. എന്നാലും ഒന്നിങ്ങോട്ട് വന്ന് നിങ്ങളൊന്ന് കാണാൻ എനിക്ക് വല്ലാത്ത ആശയുണ്ട്. ഞാൻ വരൂല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല കഴിഞ്ഞോട് വന്നപ്പോ തിരക്കുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരൂലാന്ന്. അപ്പൊ എന്ത് ചെയ്യണോ? അതിന്റെ അർത്ഥം എന്താ? ഞാൻ വരുമ്പോ തിരക്കല്ല ഒഴിവാക്കി നിങ്ങളെ ബാധ്യതയല്ലേ, നിങ്ങൾക്ക് മാറ്റിക്കൂടെ ആൾക്കാർ പോലെ കാണുമെന്ന് പറഞ്ഞോട്ടെ. ഞാനല്ലേ വന്ന് കാണില്ലേ? ഞാനാര് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനാര്? അങ്ങനെ പറഞ്ഞപ്പോ ഉടനെ അല്ലാഹുവിന്റെ റസൂലിനെ പോവാൻ ഇയാളെ വിടാൻ മനസ്സില്ല. ഇവർ വിശ്വസിക്കുന്ന റസൂലാണോ നമ്മുടെ റസൂല്, നമ്മുടെ റസൂലാണോ അവരുടെ റസൂല്? അല്ലാഹു എനിക്കൊന്നും അറിയില്ല. ഏതായാലും നമ്മൾ പറഞ്ഞാലോ അവർ വിശ്വസിക്കുന്നു, അവരുടെ വിശ്വാസത്തില് ഇയാളെ റൗളാനെടുത്ത് എത്തിക്കാൻ യാതൊരു വഴിയില്ല. അപ്പം പിന്നെ തവസ്സുൽ ചെയ്യണം. ആരാ തവസ്സുൽ ചെയ്യാൻ മാർഗം? ലോകത്തിന്റെ കുത്തുബായ
അള്ളാഹുവേ സുൽത്താനുലമയും ഖമറുലമയെ കാന്തപുരത്ത് കൊണ്ടല്ലാതെ ഇനി രക്ഷയില്ല. കൊണ്ടൂർ ഉസ്താദിന്റെ മുഹിബാണല്ലോ കാന്തപുരത്തിന് മുഹിബാണല്ലോ കൊണ്ടൂർ. അപ്പൊ കൊണ്ടൂരിനെ ഇനി റൗളയിൽ എത്തിക്കണ ഒരേ ഒരു വഴിയുള്ളൂ. ഈ തിക്കിന്റെയും തിരക്കിന്റെ ഇടയ്ക്ക് റൗളയിൽ ഈ കൊണ്ടൂർ ഉസ്താദിനെ എത്തിക്കാൻ നിമിത്തങ്ങൾ തവസ്സുൽ ചെയ്തു. ആരെ ഷേഖ് അബൂബക്കർ അഹ്മദ്. ഷിജീബ്രാന്റെ ഭാഷ പറയണം. നിങ്ങൾ ഇഷ്ടമാത്രം അബൂബക്കർ അഹ്മദ് ഇവിടെ കുത്തിരിക്കുന്നു. അള്ളാഹ് കേട്ടപ്പറ്റി ചോടിയ കൊണ്ടൂർ ഉസ്താദ് അള്ളാന്റെ റസൂൽ വിളിച്ചപ്പോൾ വന്നില്ല, പിന്നെയും വിളിച്ചപ്പോൾ വന്നില്ല. അതേ സമയത്ത് നിങ്ങളെ മൊഹിബ് കാന്തൂർ ഉസ്താദ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ഒന്ന് ചോദിച്ചിട്ട് തിരക്ക് നോക്കിയിട്ട് ഓടി വന്നു. അവിടെ വന്നപ്പോ കാന്തൂർ ഉസ്താദ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നബിത്തങ്ങളോ കാന്തൂർ ഉസ്താദ് റൗളയിലേ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നബിത്തങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ആരെ ബഹുമാനിച്ചിട്ട്? ശൈഖുനാനെ ബഹുമാനിച്ചിട്ട്. അല്ലാഹുവേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ സ്വർഗ്ഗത്തിൽ പോകില്ല. ഇയാളെ റൗളയിൽ ഇരിക്കണമെങ്കിൽ അത്ര മഹത്വയൊക്കെ ആണല്ലോ. എനിക്കറിയുന്ന പോലെ നിങ്ങൾക്ക് അറിയൂലാലോ ഇയാളെ. ഉറപ്പ് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്നോട് ചിലപ്പോൾ പറഞ്ഞു എനിക്ക് പേടിയൊന്നുമില്ല. പറഞ്ഞു പോയാൽ കാക്ക വഷളാവും. ഉറപ്പാണ്. ഇന്ന് സോഷ്യൽ മീഡിയ സജീവാണ്. പണ്ടത്തെ പോലെ പണ്ട് അസന്തക്കാവും ഇസ്മായിൽ സക്കാക്ക് പറയുമ്പോൾ സോഷ്യൽ മീഡിയ സജീവല്ല. ഇന്ന് ഞാൻ പറഞ്ഞ ക്ലിപ്പായിട്ട് വാട്സപ്പിലൂടെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പ്രചരിക്കും. അന്ന് നാസർ സക്കാബി അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തിരിച്ചു വയ്ക്കും. നാസർ സക്കാബിന്റെ കാര്യം അവിടെ കിട്ടെ. എന്നിട്ട് മതി ബാക്കി. എനിക്കറിയാം പാണക്കാട് സാദാത്യങ്ങളെ പറ്റി എന്തെല്ലാം പറഞ്ഞ ഈ കഥ വഹാവമ്പാട് അല്ലെ. ഇവിടെ നമ്മൾ ബാലാണിയിൽ പ്രസംഗിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അഷ്റഫുൽ കുറെ ക്ലിപ്പുണ്ട്. പാണക്കാട് കുടുംബത്തിന്റെ മഹത്വം ഇവർക്കറിയോ? പാണക്കാട് കുടുംബത്തിന്റെ മഹത്വം അവരുടെ കുടുംബം ഫാറൂഖിനെയും പേരോടൊക്കെ ഇടക്കിടക്ക് പാണക്കാട് കുടുംബത്തിന്റെ മഹത്വമൊക്കെ പറയാറുണ്ട്. ഒരു കാര്യം അറിയണമെങ്കിൽ പാണക്കാട് കുടുംബത്തിന്റെ മാത്രമല്ല സമസ്തയുടെ ഓരോ ആളുകളുടെ മഹത്വം മനസ്സിലാക്കണം. അവർ ഒഫാത്താവണം. കാരണം ജീവിതകാലത്ത് പച്ചത്തമ്മാനെന്ന് വിളിച്ചു പറഞ്ഞാലും ഒഫാത്തായ പിറ്റേന്ന് പോലും പറയാം അയാൾ ആത്മീയനാഥമാണ്. പിന്നെ മൂപ്പരുടെ ജനാ സന്ദർശിക്കലും അവിടെ പ്രത്യേകിച്ചൊരു നിയമന്റെ നാട്ടിൽ പറഞ്ഞില്ല, ഫോട്ടോയിൽ വരണം. അതന്നെ കാര്യം. മൂപ്പർക്ക് അത്രയുള്ളൂ. ഫോട്ടോയിൽ പത്രത്തിലൊക്കെ ഒന്ന് വരണം. അതിൽ കവിഞ്ഞ് അള്ളാനെ ലെവലേഷൻ പറയും. പിന്നെ തലച്ചോറ് പണയം വെച്ചതുകൊണ്ട് പിന്നെ മറ്റുള്ളവരെ കേട്ടാൽ കാര്യമില്ല. കാരണം ഞാനും അതിൽ പെട്ട ആളായിരുന്നല്ലോ. എന്ന് പറഞ്ഞാൽ സ്വന്തം ഉപ്പാനെ ഞാൻ കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച മുമ്പ് പൂച്ചക്കാട് ബഹുമാനയുടെ ശംസുൽ ഉലമ, അത് വേറൊരു വിവാദം ഉണ്ടായിട്ട് ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാണ്. ഞാൻ ബഹുമാനി ഖദ്ദസല്ലാഹു സിറഹു തങ്ങളെന്ന് പറഞ്ഞു. തങ്ങളെന്ന് ഞാൻ ശംസുൽ ഉലമ തങ്ങളെന്ന വിശ്വാസത്തിൽ പറഞ്ഞതല്ല. ഞാൻ ബഹുമാനയുടെ ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹു തങ്ങൾ അവർകളെന്ന് ഒരു ബഹുമാനത്തിന്റെ പദത്തിനകത്ത് പറഞ്ഞു പോയതാണ്. ഇപ്പൊ അത് വിവാദമാക്കിയിട്ടുണ്ട്. മൂപ്പര് ശംസുൽ ഉലമനെ തങ്ങളാക്കി. കിറ്റ് പോയിന്റിൽ വെച്ചാണ് കളിക്കുക. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, മർക്കസിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷയത്തിൽ ഉസ്താദിനോട് ചോദ്യം ചോദിച്ചു. അങ്ങനെ ഒരു ഇല്ല. 10-700 കുട്ടികളുണ്ട്. ഉസ്താദ് ആ സൗണ്ട് പറഞ്ഞ ഉസ്താദ് വിചാരിച്ച് ഞാൻ പേടിച്ചോ. അപ്പൊ ഉസ്താദിനെ പറ്റി എനിക്ക് അറിയാതെ ആരാണെന്ന്. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു അതേപോലെ അങ്ങനെ ഒരു കിതാബിലുണ്ട്. തിരിച്ചു പറഞ്ഞു. എനിക്ക് ഇയാളെ പേടിയും ബഹുമാനം പേടിയുന്നില്ല. എനിക്കുണ്ട് ആവശ്യം. ഞാൻ പറഞ്ഞു അങ്ങനെ പേടിപ്പിച്ച അവനെ പലരും പേടിച്ചു. അവിടെ കുത്തിരിക്കും. ചിലപ്പോൾ മൂത്രം ചവ്വാറൊക്കെ എനിക്കറിയാവുന്നവരുടെ പേടിയില്ല. ഞാൻ പോയി ഞാൻ കിതാബ് എടുത്തോണ്ട് വായിക്കണ കിതാബ് എന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ 2 ആഴ്ചയോളം കിതാബ് വായിച്ച് ലെവലാക്കിയതാ. കാരണം എനിക്കറിയാം പേരോട് സാറ്റ് ചെയ്യുന്ന കണ്ണ പ്രസംഗം ഞാൻ കണ്ടതല്ലേ. ഒരു ഹർക്കത്ത് തെറ്റിയാ പറയൂ, ഇവിടെ ഒരു ഹർക്കത്ത് പോലും വായിക്കാൻ അറിയാത്ത നീയാണോ ചോദിക്കാൻ വരുന്നത്. പിന്നെ മറുപടി ഉണ്ടാവില്ല. ആളുകളൊക്കെ വിചാരിക്കും ഓ ഇതെന്റെ കാര്യം, ഇത് ഞാൻ അതിലുള്ളതാണ്. അപ്പൊ നമുക്ക് അറിയാലോ ഇത് പൊട്ടീസ് എങ്ങനെയാണുള്ളത്. അതുകൊണ്ട് ഞാൻ നേരത്തെ വായിച്ച ഇബാറത്തൊക്കെ ലെവലാക്കി വായിച്ച് തർക്കീബൊക്കെ റെഡിയാക്കി വെച്ച് ഉസ്താമനത്തൊക്കെ പോയി ചോദിച്ച് സംശയമൊക്കെ തീർത്ത് പച്ച വെള്ളം പോലെ അത് ഫാത്തിഹ സൂറത്ത് പഠിച്ച പോലെ ഞാൻ ലെവലാക്കിയ. കാരണം ഇങ്ങനെയൊക്കെ ചോദ്യം ഉണ്ടാവും എനിക്ക് ഉറപ്പാണ്. ഉത്തരം മുട്ടിയാണ് പറയും. അപ്പം പറ വായിക്കാൻ പറഞ്ഞു. വായിച്ചു. അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞു അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അർത്ഥം ഞാൻ അർത്ഥം വെച്ചു. അപ്പോൾ പറഞ്ഞു അത് സൗദി അറേബ്യയിൽ നിന്ന് പുറത്തിറക്കുന്ന ഗ്രന്ഥമാണ്. അവിടുത്തെ നേതാവിനെ പറ്റി മോശമായി പറഞ്ഞാൽ അത് ഇറക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു.
എനിക്ക് ഈ മറുപടി ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാണ്. കാരണം കറാമത്ത് നമുക്കുണ്ടാവുമല്ലോ, നമ്മുടെ മൂപ്പർക്ക് കറാമത്തോടെ മൂപ്പറെ കൂടെ പഠിച്ച് നമുക്കുണ്ടാവുമല്ലോ. എന്തായാലും ചന്ദനം ചാരിയാലും ചന്ദനം മണക്കും ജ്ഞാനമാണെന്നുള്ള അപ്പൊ മൂപ്പറെ കൂടെ കുറച്ചു കാലം കൂടി കൊണ്ട് കുറച്ചൊക്കെ നമുക്കും കറാമത്തുണ്ടാവുമല്ലോ, മൂപ്പർക്ക് ഉണ്ടാവും പോലെ. ഇത് കണ്ടറിഞ്ഞ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഉസ്താദെ. തബ്ലീഗ് ജമാഅത്തിന്റെ ഇന്ത്യയിലെ പ്രബോധകരായി പറയപ്പെടുന്ന രണ്ടാൾക്കാരാണ്, പ്രമുഖരായ രണ്ടാൾക്കാർ, ഞാൻ പേരെന്നു പറഞ്ഞില്ല. അവർ ഇദ്ദേഹത്തിന്റെ ഉസ്താദാണെന്ന് അതേ കിതാബിൽ മൂപ്പർ പറയുന്നു, 74-75 പേജ്. അപ്പൊ അതെന്തിനാ കൊടുത്തത്? പടോ പടോ പടോ, നമുക്ക് വിഷയമൊക്കെ ചർച്ച വേറെ വിഷയം, ഹദീസ് പടോ പടോ, പിന്നെ അർത്ഥം വരും പടോ പടോ എന്ന് പറയാം. ആ ഉറുദു ഭാഷകൾ പടോ, പിന്നെ മറ്റുള്ളവർ വായിച്ചോളും, പിന്നെ എനിക്കൊരു മറുപടി ഉണ്ട്. ഇതാണ് അവസ്ഥ, നമുക്കറിയാം. കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പടോ എന്ന് പറഞ്ഞു ഒഴിവാക്കാം. നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കിട്ടുമ്പോൾ കാര്യങ്ങളായിട്ട് പറയും. പിന്നെ കാര്യമായി അവരുടെ കാര്യം കോട്ടപ്പുറ സംവാദമാണ്. കോട്ടപ്പുറ സംവാദത്തിൽ മുസ്ലിം പൈസ തന്നെ പറയണം. സംഗതി എല്ലാവരും കൂടി ഇരുന്നപ്പോൾ ഗോളടിക്കാൻ മെസ്സിനെ ഏൽപ്പിച്ചതാണ്. അത് ശരിക്കും പാസ് ഇട്ടെടുത്തും മെസ്സി ഒറ്റ അടി ഗോളായി. മെസ്സി മാത്രം ഇന്നേ തലത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായിപ്പം പാളിപ്പോകും. പക്ഷെ എല്ലാവരും പാസ് വേണ്ട രീതിയിൽ പാസ് കൊടുത്തപ്പോൾ അടിച്ചാൽ കയറ്റി. അതാണ് കാന്തപുരം ചെയ്തത്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ വീട്ടിൽ 10 ആളുണ്ട്, 11ാമാണ് കയറ്റുന്നത്. അപ്പൊ ഏതായാലും അങ്ങനെയൊക്കെ സംഭവം. അതായത് അവരിങ്ങനെ മഹത്വം ഇയാളെ പറഞ്ഞ സത്യമാണ് ഇല്ലേ? അപ്പം ഇവരെ കൂടെ കൂടിയാൽ സ്വർഗത്തില്ല. ഉപ്പ വേണമെന്നില്ല, ഉമ്മ വേണമെന്നില്ല, കുടുംബം വേണമെന്നില്ല, ആരും വേണമെന്നില്ല, ഒരു വിഷയമില്ല. ഉസ്താദിനെ ശ്രമിച്ചാൽ മാത്രം. ഇങ്ങനൊരു ദീൻ നമുക്കാരും പഠിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയാം, ഈ കുണ്ടൂർ സ്ഥാന കഥയിൽ ഈ കുണ്ടൂർ സ്ഥാനം ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് ഈ കോയ മുസ്ലിയാണ് എന്നോട്. അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ചേളാരി പോയിട്ട് കടക്കാട്ട് പുറകെ പോയിട്ട് അവിടെ ചോദിച്ചാൽ ഉസ്താദ പറഞ്ഞിട്ടുണ്ടോ, ഇനി അവിടെ തിരാളെ നിഷേധിച്ചു എന്നെ വിളിച്ചാൽ മതി, ഞാൻ അടുത്തേക്ക് വരും, എനിക്ക് വരാൻ വിഷയം. ഇനി മറ്റൊന്നുകൾ കേട്ടോ, ഞാൻ ഇന്നും ചോദിക്കാറുണ്ട്, ഒരു പണ്ഡിതൻ തങ്ങളുടെ സ്വപ്നം കണ്ടെത്താൻ. ഏത് പണ്ഡിതൻ? സമസ്തയുടെ ഭാഗത്തുണ്ടായിരുന്ന ഒരു അറിയപ്പെട്ട ആര്യ. അയാൾക്ക് ഉസ്താദിനോട് ദേഷ്യം. അയാൾ എന്നാൽ മുത്തുനബിയോട് വല്ലാത്ത ഇഷ്ടമാണ്. മുത്തുനബി അയാൾ സ്വപ്നത്തിൽ കണ്ടത്. മുത്തുനബി സ്വപ്നം കാണാൻ ഇവർ കഴിയുന്നില്ല. ഒരാൾ പ്രസംഗിച്ച് പറയും, എന്നെ കണ്ണൂരിൽ നിന്ന് ഞാൻ എന്റെ പ്രവർത്തനം വിളിച്ചിരുന്നു, അയാൾ സ്വപ്നം കണ്ടിട്ടുണ്ട്. കാസർഗോഡ് നിന്ന് 4 ആളെ വിളിച്ചിരുന്നു, അവര് പറഞ്ഞു എന്നോട് സ്വപ്നം കണ്ടിട്ടുള്ളത്. ഇങ്ങനെ മുത്തുനബി ഇവർക്ക് സ്വപ്നം കാണാൻ യാതൊരു ലൈസൻസും ഇല്ല, കണ്ടുകൊണ്ടിരിക്കും. മെഞ്ഞാന്ന് ഒരാൾ എന്നോട് പറഞ്ഞു എന്റെ പള്ളിയിൽ നിന്ന്, ഇത് മുത്തുനബിയെ സലാത്ത് കാണാൻ ഉള്ള നിങ്ങൾ ഇജാസത്തോടെ സലാത്താണ്. ഞാൻ ഓനോട് ചോദിച്ചു, മോനെ 1 മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വാങ്ങിച്ചു, എന്തോസ്തേ ഈ സലാത്ത് എനിക്ക് മുത്തുനബിയെ സ്വപ്നം കണ്ട ഒരാളെ പേരിന് പറ. ഉള്ളാൾ ഞങ്ങളെ ഇജാസത്ത് കൊണ്ടിട്ട് ഈ സലാത്തിന്റെ ഒരാളെ നമുക്ക് അയാൾക്ക് പോയി ദ്വാരക്കണക്ക് പറയാലോ, മുത്തനബി സ്വപ്നം കണ്ടെങ്കിൽ മൂപ്പർ എന്തായാലും അത്ര ബർക്കത്തുള്ള ആളായിരിക്കും. എന്നാ പിന്നെ ഞമ്മക്കും ആ കണ്ട രൂപത്തിൽ ചോദിക്കാം, എങ്ങനെ കണ്ടു, എങ്ങനെയാ കോലുള്ളത്. നിങ്ങൾ ഇനി അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നമ്മളോട് ചോദിക്കണം, നിങ്ങളൊന്ന് ജസ്റ്റ് നമ്മളെ പറ്റിയൊക്കെ വിവരം പറയണം, നമുക്കും കാണാൻ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞു വൈപ്പിച്ച് പോരാലോ. വ്യക്തിയിൽ നമുക്കും കിട്ടിയാലോ, സ്വാഭാവികം നമുക്ക് മാറാകട്ടെ. ഇങ്ങനെ പ്രചരിപ്പിക്കലല്ല. ഓരോ സ്വപ്നം കണ്ടത്രേ. ആ സ്വപ്നം കണ്ടപ്പോ അയാളുടെ മുത്തനബി മുണ്ടുന്നില്ല. സ്വപ്നത്തിൽ വന്നു, എന്നിട്ട് മുത്തനബി മുണ്ടുന്നില്ല. വല്ലാത്ത സങ്കടമായി പോയി. സ്വപ്നത്തിൽ വന്നു, കാരണം മുണ്ടുന്നില്ല. മൂപ്പരിങ്ങനെ റസൂലിന്റെ മുഖത്തേക്ക് കുറെ നേരം നോക്കി ഒന്നും മിണ്ടുന്നില്ല. അപ്പം നിരുത്തങ്ങൾ അവസാനമായിട്ട് ഒരു വാക്ക് പറഞ്ഞു, ഒരു അറബി വാക്ക്, മാക്കാണ് അബൂബക്കർ അഫ്ദൽ ലൈസ ബികസറത്തി സ്വലാത്തി വദിക്രി വലാകിന്ന എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് എഴുതി കൊടുത്തു. ഔക്കമാക്കാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ആ ഹദീസ് എനിക്ക് വ്യക്തമായില്ല. ഏതായാലും അർത്ഥം എന്താണെന്ന് വെച്ചാൽ അബൂബക്കർ കുറെ ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ടൊന്നല്ല അള്ളാഹുവിന്റെ അടുത്ത് ഉന്നതനായത്, മറിച്ച് ഹൃദയ പരിശുദ്ധിയാണ്, ഹൃദയത്തിന്റെ പരിശുദ്ധി. അപ്പോ ഈ പണ്ഡിതൻ ആലോചിച്ച് പഠിച്ചോനെ, ഞാൻ ഇന്നേവരെ സിദ്ദീഖിനെ പറ്റി മോശമായിട്ടൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്റെ മനസ്സിൽ സിദ്ദീഖിനെ പറ്റി മോശമായി ഇന്നേവരെ ഒരു ചിന്തകനും വന്നിട്ടില്ല. പിന്നെന്തിനാ നബിത്തങ്ങൾ ഈ ഹദീസ് ഓതേണ്ട ആവശ്യം? അയാൾ ആലോചിച്ച് മനസ്സിലായി, അതൊരിക്കലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല, കാലഘട്ടത്തിന്റെ ഖുതുബായ സയ്യിദുസ് സമാൻ, ഖുതുബുസ് സമാൻ, ഖായിദുസ് സമാൻ, സുൽത്താനുൽ ഉലമ, ഖമറുൽ ഉലമ അബൂബക്കർ മുസ്ലിയെ പറ്റിയാണ് പറഞ്ഞത്. നബിത്തങ്ങളെ അബൂബക്കർ മുസ്ലിയാര് കുറെ ദിക്റും സ്വലാത്തും ചൊല്ലിയിട്ടൊന്നല്ല മഹത്വവൽക്കരിച്ചു, മറിച്ചെന്താണ് ഹൃദയ പരിശുദ്ധിയാണ്. അതെനിക്കറിയാം. ആ പരിശുദ്ധി ഏതാണ് ഞാൻ പറഞ്ഞു തരുന്നതല്ല. ഞാൻ ചോദിച്ചു പല വേദികളും വെച്ചിട്ട് ഈ പണ്ഡിതൻ ആരാണ്? ആ പണ്ഡിതൻ കാണലോട് കൂടി നിങ്ങളുടെ ഗ്രൂപ്പ് കൂട്ടല്ലേ, നമ്മുടെ സമസ്ത കുട്ടികളിലേക്ക് വന്നു. അതായത് ഈ സംഭവം നടക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങി 89 ശേഷമായിരിക്കും. വേണ്ടേ? 89 ശേഷം പടർന്ന് 2 മാറിയതിനു ശേഷം, അല്ല ഒരു പുറത്താക്കപ്പെട്ടു പോയി സംഘടനയതിനു ശേഷം സമസ്തയിൽ നിന്ന് അങ്ങനെ ഒരു പ്രമുഖനായ പണ്ഡിതൻ ആരാണ് നിങ്ങളുടെ പക്ഷത്ത് വന്നത്? അത് വ്യക്തമാക്കണം. വഹാബിനി വരുമ്പോ അതിന് വ്യക്തമാക്കിക്കണം.
ചോദ്യം രണ്ടോ. മൂന്നാമത്തെ ഞാൻ നേരത്തെ പറഞ്ഞ കുണ്ടൂർ ഉസ്താദ് പോയി കാണുമ്പോൾ സാധാരണഗതിയിൽ കുണ്ടൂർ ഉസ്താദ് പോയി കാണുമ്പോൾ റസൂലുള്ളാഹിനെ കല്യാണ സ്ഥാനം കൊടുത്തത് സിദ്ദീഖ്റളിയല്ലാഹു അല്ല ഏൽപ്പിക്കാണല്ലോ. അപ്പൊ ഏൽപ്പിക്ക് റസൂലുള്ളാഹിനെക്കാട് സ്ഥാനം കൊടുത്താൽ അവർക്ക് ദീനുള്ള സ്ഥാനം എന്താണ്? വഹാബിന് ഇവിടെ വരികയാണ് മറുപടി പറയുന്നത്. 2 3 നിങ്ങളുടെ കൂട്ടത്തിലെ വലിയ കല്യാണക്കാർക്ക് പറഞ്ഞ ഒരു സക്കാഫിന്റെ അബ്ദുസലാം സക്കാഫി ദേവർഷ, അയാള് SSF 40ാം വാർഷികത്തിന് പാലക്കാട് ജില്ലയിൽ വന്നിട്ട് ഒരു കാര്യം പ്രസംഗിച്ചു. എന്താ അറിയോ? ഉപ്പിനങ്ങാടി മംഗലാപുരം ഞാൻ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളൂ, ഞാൻ അന്വേഷിക്കാൻ പോകുന്നത് ഉപ്പിനങ്ങാടി ഒരു മഹത്തായ സമ്മേളനം മഹല്ല് കമ്മിറ്റി വിളിച്ചു ചോദിച്ചു. മൂരിയള മഹല്ല. മൂരിയൽ എന്ന് പറഞ്ഞാൽ അറിയോ? ആരാ മൂരി എന്നാണെങ്കിൽ അറിയോ? ഇപ്പൊ ഞാൻ മൂരിപ്പെട്ടതാണ്. എന്നോട് പടിഞ്ഞാറ് തോന്നുന്ന മമ്മൂട്ടിയും എന്റെ കൂടെ ഉണ്ടായിരുന്നോ ചോദിച്ചു, ഞാൻ സാർ എങ്ങയുടെ ജോലി ഞാൻ ഓടത്തോളൂ. എടാ എനിക്കിടെ മൂരിയുടെ മഹലിൽ ജോലി കിട്ടിയത്. ഞാൻ പറഞ്ഞു ഞാനും മൂരിയായതാ. അതേപോലെയാണ് ഇയാൾ പറഞ്ഞു മൂരിയുടെ മഹലിൽ എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചു. ഞാൻ സക്കാഫിയെന്ന് കുറിച്ച് അറിയില്ലേ, അബ്ദുസലാം മുസ്ലിയാരെന്ന് പറയാ. അപ്പൊ അതെന്നെ തട്ടിപ്പാണ്, സക്കാഫിന്ന് കൊടുത്തിട്ടില്ല, അറിയില്ല. അപ്പൊ എന്നെ അവര് വിളിച്ചു. ശരിക്കും ശ്രദ്ധിച്ചോ, അവിടത്തേക്ക് താജുൽ മനുഷ്യൻ താജുലുള്ള മനുഷ്യൻ 2 കൂട്ടർ, അതേപോലെ അവരെ കൂട്ടത്തിൽ കുറെ ആൾക്കാർ. അപ്പൊ 2 കൂട്ടരെ വിളിച്ച് ഒരു പൊതുപരിപാടി സംഘടിപ്പിച്ചു. നിങ്ങൾ ശരിക്കും ആലോചിച്ചു, നിങ്ങളുടെ നാട്ടില് നമ്മുടെ നാട്ടുകാർക്ക് പ്രശ്നം വേണ്ട, നമ്മളൊരു പരിപാടി വെക്കുമ്പോൾ നമുക്ക് ഏൽപ്പിക്കാരെയും വിളിക്കാം, നമ്മളെ ആൾക്കാരെയും വിളിക്കാം എന്ന് വെച്ചിട്ട് നിങ്ങൾ 2 കൂട്ടരും വിളിച്ചിട്ട് പരിപാടി നടത്തി. ആ പരിപാടി നടത്തുമ്പോൾ സ്വാഗതം പ്രസംഗിക്കുന്ന ആള് ഏതെങ്കിലും ഗ്രൂപ്പിനെ കുറ്റം പറയോ? ഇവിടെ 2 ആൾക്കാർ ഇരിക്കുന്നുണ്ട്, താജുൽ ഇരിക്കുന്നുണ്ട്, ചെറുശ്ശേരി സാഹിബ് ഇരിക്കുന്നത് നോക്കാം. അപ്പൊ താജുൽ ഉമ്മാന്റെ ഗ്രൂപ്പിനെ പറ്റി കുറ്റം പറഞ്ഞ എങ്ങനെ ഉണ്ടാവും? ഏതായാലും ഓരോ വിവരമാണല്ലോ. സ്വാഗത പ്രസംഗം ചെയ്തു. AP-നെ വളരെ മോശമായിട്ട് പ്രസംഗിച്ചു സ്റ്റേജിൽ വെച്ച്. ഇതങ്ങ് കേട്ടപ്പോ തങ്ങളുപ്പാപ്പൊക്കെ AP-നെ പറ്റി പറഞ്ഞ കേട്ട ഉപ്പാപ്പൊക്കെ വിഷമാവൂലേ? ഉപ്പ പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ, ഖബറിലെന്തെങ്കിലും ശിക്ഷയോ മറ്റോ അല്ലെങ്കിൽ അള്ളാഹു നീക്കി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഏതായാലും ഉദാഹരണം ഉപ്പാപ്പ ഇതിങ്ങനെ ചില അവസാനം ദേഷ്യം പിടിച്ച് ബേക്കിലെ കുപ്പായം പിടിച്ചത് ഇരിക്കടാ അവിടെ എന്ന് പറഞ്ഞപ്പോ ഇയാൾ പറഞ്ഞ സഹോദരപ്രസം പറയാൻ തങ്ങളുപ്പാപ്പ നിങ്ങൾ ഞങ്ങളെ അതിഥിയാണല്ലോ, അതിഥിയോട് ആതിഥേയനല്ലേ ഇരിക്കാൻ പറയാൻ. അപ്പൊ നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞ ഞങ്ങളോട് നിങ്ങളിൽ ഇരിക്കാൻ പറയേണ്ട ആവശ്യമില്ലാലോ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേജിൽ വെച്ചിട്ട്. അതൊക്കെ നടക്കോ ഇല്ലെന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിച്ചോളൂ. ഇവരും പറയാം, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് കളവ് പറഞ്ഞ് പഠിപ്പിക്കുന്നതിൽ ഇവരെ പോലെ സർട്ടിഫൈഡ് ചെയ്ത മറ്റൊരു കമ്പനിയെ കാണാൻ കഴിയില്ല. ഏതായാലും പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു എന്നാ പിന്നെ പറഞ്ഞു സ്റ്റേജിൽ നിന്നാണ് സംഭവം. ഇതൊക്കെ റെക്കോർഡാക്കപ്പെടുമല്ലോ അന്ന്. ഏതായാലും പിന്നെ സ്വാഗത പ്രസംഗം ഇയാൾ കഴിഞ്ഞതിനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ആമില്ല. അന്ന് പിന്നെ ഒരു രക്ഷയില്ല. ഇയാൾ ഒരുപാട് ശ്രമിച്ചു നോക്കി ഇരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഉപ്പാപ്പാന്റെ കറാമത്താണ്, ഗുരുത്തക്കലാണ്. ഉടനെ ഉപ്പാപ്പാന്റെ കാലത്തിലേക്ക് പോകും. എങ്ങനെ പോകുമെന്ന് ചോദിക്കരുത്, കാരണം അവിടെ സ്വാഗത പ്രസംഗ സമയത്ത് ഇഷ്ടംപോലെ ആള് സംസ്ഥാനം ഉണ്ടാവുമല്ലോ, അതുറപ്പല്ലേ. ഇപ്പം കാര്യമായി നോക്കണ്ട, സ്വാഗതം പറയുമ്പോൾ എന്തായാലും ഏകദേശം ആൾക്കാരുണ്ടാവും. ആ സമയത്ത് കസാറിനെ ഇടക്കാണം പോലെ എങ്ങനെ പോകുമെന്ന് ചോദിക്കണ്ട, ഉപ്പാപ്പാന്റെ കാലക്കലക്കാണ് ഞാൻ ഒരിക്കലും അങ്ങനെ പറയുകയെന്നാണ്. പോയി ഇരുന്നടാ. അയാളെ പോയി 40ാം വാർഷികത്തിന്റെ പ്രചരണത്തിന് പാലക്കാട് വെച്ചിട്ട് അബ്ദുസലാം സക്കാഫി പ്രസംഗിച്ചതാ. ഞാൻ ഉപ്പിനങ്ങാടി പോയി കരായയിൽ പ്രസംഗിച്ചു. ഉപ്പനങ്ങാടി അവിടുത്തെ ആളോട് ഞാൻ ചോദിച്ചു. ഞാൻ എന്റെ പരിപാടി ഇങ്ങനെ ഇറങ്ങി നടക്കും, അതിന്റെ അന്വേഷണം ഒരാൾക്ക് സ്വകാര്യ. പിന്നെ സ്റ്റേജിൽ നിന്ന് ഞാൻ ചോദിച്ചു, നിങ്ങളെ പരിസരത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു സംഭവം എന്തായാലും അറിയപ്പെടുന്ന ഒരു കറാമത്തൊക്കെ സംഭവം ഈ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മലപ്പുറം ജില്ല മൊത്തം പോട്ടാം. അപ്പൊ ഞാൻ പോയിട്ട് അവിടെ പോയി ചോദിച്ചു. അപ്പൊ അവർക്ക് ആർക്കും അങ്ങനെ സംഭവം അറിയില്ല. ഉപ്പിനങ്ങാട് വന്ന കറാമത്ത് ഞാൻ എന്നും പലരും ചോദിക്കാറുണ്ട്, സക്കാഫി അതൊന്നും ആ നാട് ഇൻഷാ അല്ലാഹ് അത് ഈ ചോദ്യത്തിന് മറുപടി വന്നാൽ നാസർ സക്കാഫി തിരിച്ച് നിങ്ങളെ കൂടെ സ്റ്റേജിക്ക്. കാരണം ഈ കറാമത്തുള്ള ആളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും, പിന്നെ നമ്മൾ കയറണമല്ലോ എന്നൊരു മറുപടി അവിടെ വെച്ച്. ഏതായാലും പറഞ്ഞു വരുന്നത്, ഞാൻ ഈ മുടിയെപ്പറ്റി AP-ന്റെ റൂം പോയി ചോദിച്ചു, ഉസ്താദേ എനിക്ക് മുടിന്റെ സൈഡ് കാണുക. എനിക്ക് അന്ന് ഉസ്താദല്ലേ, ഉസ്താദ് എന്നെ അറിയാം, എനിക്ക് ഉസ്താദിനെ അറിയാം. അങ്ങനെ ഒരു ബന്ധമാണ്. പേടി പോയതോടുകൂടി പിന്നെ ഉസ്താദിന്റെ അടുക്കൽ കൂടി
പല രാത്രികളിലും ഉസ്താദ് വന്നു കഴിഞ്ഞാൽ കട്ടനായി ഞാൻ ഉണ്ടായിക്കൊടുക്കാറ്. പലപ്പോഴും ഉസ്താദ് പാതിരക്ക് ഞാൻ SLC പഠിക്കുകയായിരിക്കും. കാരണം SLCക്ക് പകൽ പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് രാത്രി ഒരു മണിക്കൂർ ഉറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് SLC വരെ ചെയ്ത് അതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി സ്റ്റെപ്പൊന്നും വന്നിട്ടിരുന്ന പഠിക്കുക, റൂമിൽ പഠിക്കാൻ പറ്റൂല. അവ സ്റ്റെപ്പൊന്നും വന്നിരിക്കും പഠിക്കുമ്പോൾ ഉസ്താദ് പരിപാടിയിൽ കഴിഞ്ഞ് വരുമ്പോൾ 2-3 മണിയാവും. വന്നു കഴിഞ്ഞാൽ ഞാനാണ് പടയാത്രയാണ് വിടവാ ചായ ഉണ്ടാക്കി. അപ്പം പലപ്പോഴും ഞാൻ കട്ടൻ ചായ ഉണ്ടായിക്കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ഉസ്താദിനുള്ള ബന്ധത്തിന്റെ ആ അടിസ്ഥാനം ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് എനിക്ക് ആ മുടീന്റെ സ്ഥാനത്ത് നിന്ന് കാണും. എന്നോട് പറഞ്ഞ വാക്ക്, വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, സനത് കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. അപ്പൊ എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞു, എന്ത് എനിക്ക് സൗകര്യന്റെ വിശ്വസിച്ചാൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാനീ കൊണ്ടുവന്നത് എനിക്ക് വേറെ കുറെ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പൈസ ഉണ്ടാക്കണം. ഈ തലച്ചോറ് പണിയും പറ്റി 10 ലക്ഷത്തിന്റെ തലച്ചോറ് ടീമാണല്ലോ. എന്ത് പറഞ്ഞാലും ഇവർ വിശ്വസിക്കും. ഇപ്പൊ 40 കോടി പിരിച്ച് എത്രയോ പിരിച്ചോ പഠിച്ചോ എനിക്കറിയാം. ഇപ്പൊ 4 കൊല്ലായി അറക്കല്ലേ. ഇവർ തലച്ചോറ് പണിയും വെച്ച് ഈ കഥ പറഞ്ഞത് നമ്മളെ മാസികയിലെ ഒരു മാസികയാണ്. ഏതായാലും അത് ശരിക്കും വ്യക്തമാവും. എന്തുകൊണ്ടറിയോ? നമുക്കറിയാലോ, ആദ്യം തറക്കല്ലേ, സ്വപ്നകാരി ആദ്യം തറക്കല്ലേ, എന്നിട്ടോ രണ്ടാമത് കുറ്റിയടിച്ച്. ആദ്യം ചെയ്തത് തറക്കല്ലേ, എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞപ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പോ കുറ്റിയടിച്ച്. ഇപ്പം ചെയ്യുന്ന പരിപാടി എന്തറിയോ? പള്ളിക്ക് സ്ഥലം നോക്കി നിൽക്കാൻ. എവിടെയാണ് പള്ളി കെട്ടേണ്ടത്? ഇങ്ങനെ തലതിരിഞ്ഞ പരിപാടി കേൾക്കുമ്പോ ഈ പഹിമാർക്ക് ഇവര് നമുക്ക് തിരിയും. ഓലിനി പറയാം അങ്ങനെ ഇങ്ങനെ ഉസ്താദ് അങ്ങനെ പറ ഇങ്ങനെ ആവണം. എന്നാൽ അതിന് ഞാൻ ആദ്യം തറക്കല്ല്. നമ്മൾ കുറ്റിയടിച്ചിട്ടാണല്ലോ തറക്കല്ലിടുന്നത്. ആദ്യം നമ്മൾ സ്ഥലം നോക്കും. ഇനി സ്ഥലം നോക്കിയിട്ട് നമുക്ക് ആളെ കാണിക്കണമെങ്കിൽ കാണിച്ചത് പറ്റൂലെന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മളവിടെ കുറ്റിയടിക്കും. കുറ്റിയടിച്ചിട്ടാണല്ലോ പിന്നെ എന്ത് ചെയ്യും? ആള് വന്നിട്ട് ഇത് കയറെല്ലാം കെട്ടിയിട്ടൊക്കെ വലിച്ച് എന്നിട്ട് ചാലാക്കിയിട്ടാണല്ലോ തറക്കല്ലിടുക. ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചത്. ഇതോ നേരെ ഈ ചെറിയ 1-ാം ക്ലാസ്സിൽ 1-ാം ക്ലാസ് പഠിക്കുന്ന അല്ലെ 1-ൽ എത്താത്ത LKG പഠിക്കുന്ന കുട്ടിയാക്കും പോലെ 9, 5, 2, 1 എന്താ ചെയ്യാ? 1, 2, 3, 4 അങ്ങോട്ടൊക്കെ അല്ല. അവൻ പറഞ്ഞു വരുന്നു, ഇത് കേട്ട എന്നാലും മനസ്സിലാക്കാൻ തല വെച്ച് നോക്കണ്ടേ? ഇത് ശരിയല്ല. ആദ്യം തറക്കല്ല, എന്നിട്ട് കുറ്റിയടിച്ച്. ഇപ്പൊ സ്ഥലം നോക്കണം, എവിടെ പറ്റിയ സ്ഥലം ഉണ്ട്. ഇത് കേട്ട ആളുകൾ എന്നാ ഒന്ന് ചിന്തിക്കണ്ടേ? ഇപ്പം പറഞ്ഞു ഞാൻ അങ്ങനെ പിരിവ് നടത്തിയിട്ടില്ല, പൈസ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്നാ ഈ പൈസ പൈസ ഉണ്ടാക്കി. ഞാൻ എന്റെ കുടുംബത്തിലെ എളാപ്പാന മൂത്താപ്പാന മോനുണ്ട്, അംസാനോട് ചോദിച്ചു, അല്ല അംസ ഇഞ്ഞ 1000 കൊടുത്തിട്ടില്ലേ? ഞാനിപ്പോ ഇല്ല. എന്നാ ഇന്റെ 1000 പോയില്ലേ? ഇന്റെ 1000 പോയല്ലോ. അല്ല അതേതായാലും പോട്ടെ, ഇനിയിപ്പോ എനിക്ക് ചിന്തിച്ച് കാര്യമില്ല. ഇങ്ങനെ ഇപ്പൊ എല്ലാവരും ചിന്തിക്കുന്നത് ഈ പൈസ എവിടെ? പള്ളി എവിടെ? 4 കൊല്ലായി. 2 കൊല്ലം കൂടെ പൂർത്തീകരിക്കുന്ന പള്ളി ഇപ്പൊ 4 കൊല്ലായിട്ടില്ല. ആരും ചോദിക്കാൻ പോകില്ല. കാരണം ഓർക്കാരെയും ചോദിച്ചിട്ട് കാര്യമില്ല. എന്തെല്ലാം പരിപാടി? സിമെന്റ്, സുന്നി സിമെന്റ് എടെ ദേവഗോഡ വന്നിട്ട് തറക്കല്ലിട്ട നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി മൾട്ടി ഹോസ്പിറ്റൽ എടെ ചോദിക്കാൻ പറ്റൂല. അതൊക്കെ വരും. അതൊന്നും വിഷയമല്ല. ഉസ്താദ് ഒരു കാര്യം ചെയ്താൽ വരുമെന്ന് ചെയ്യാൻ വിഷയമില്ല. വരും, ഉറപ്പാണ്. അപ്പൊ ഇമാതിരി എന്ത് പറഞ്ഞാലും നമ്മൾ എത്ര ന്യായം പറഞ്ഞാലും ഖുർആനിലൊരായത്ത് അവര് പറയുന്നത് അത് അങ്ങനെ തന്നെ കേൾക്കും. യാതൊരു വിഷയങ്ങളും തരും, ഓർക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ അൽഹംദുലില്ലാഹ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കിടക്കുന്നില്ല. ആലിമിന്റെ അവസ്ഥ, സമസ്തയിലെ ആലിമിനെ പറ്റി ഞാൻ ഈ അടുത്ത് കളനാടിലെ കഴിഞ്ഞ വർഷം ഒരു സ്ഥലം ചെറുശ്ശേരി ഉസ്താദ് വന്നുപോയി. നമ്മൾ ഉസ്താദിനെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്. ചെറുശ്ശേരി ഉസ്താദ് അവിടെ വന്ന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോണ കണ്ടപ്പോ, ചെറുശ്ശേരി ഉസ്താദ് പോവാണ് സ്റ്റേജിൽ ഇറങ്ങി പോണ കണ്ടപ്പോ എന്നോട് ഒരാൾ പറഞ്ഞു, സഖാഫി ഇല്ലേ ഇയാള് വന്നു. അയാൾ പറഞ്ഞ വാചക പറഞ്ഞത് ആരെങ്കിലും അറിയോ ഇവിടെ എന്തെങ്കിലും ജട ഉണ്ടായി? അതേസമയത്ത് നമ്മുടെ സെക്രട്ടറിയാ വന്നെങ്കിൽ ഇവിടെ ഉണ്ടായിരിക്കും. ആലോചിക്കണം എങ്ങനെയായിരിക്കും ഇവിടെ സ്റ്റേജിലേക്ക് പോകുമ്പോൾ 2 പം കൈയെല്ലാം വിളിച്ച് ബന്ധാക്കിയിട്ട് കൊണ്ടുപോകും. അപ്പൊ കൈ മുത്താനായിട്ട് കുറെ ആൾക്കാരുണ്ടോ? അയാൾക്കെല്ലാം നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ഇറങ്ങി വരുമ്പോൾ കാലടക്കം മുത്താനും ആളുകളുണ്ടാവും. ഒന്ന് തവല് കൂടാതെ എടുത്താൽ എല്ലാ സമയം ചിലപ്പോൾ മുമ്പ് അറിയാൻ അങ്ങ് ഇട്ടേക്കും. അത് എടുത്തെങ്കിലും ഇനി തുപ്പിയെ തന്നെ തുപ്പ കൈകൊണ്ട് വാരാനും ആളുണ്ടാവും. എല്ലാ സംവിധാനത്തിലും ഇങ്ങനെയല്ലേ നമ്മുടെ സെക്രട്ടറി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു
റൂമിലേക്ക് പോയപ്പോ ആ ബൈത്തുൽ മഖ്ദിസിലെ ചാവി വാങ്ങാൻ വേണ്ടി പോയപ്പോ ചെന്ന് അടുത്ത ആൾക്കാരൊക്കെ സ്വീകരിക്കാൻ വേണ്ടി വന്ന സമയത്തെ സ്വീകരിക്കുമ്പോൾ അവരെ അടിമാനിയെ സ്വീകരിക്കാൻ നോക്കിയിരുന്നു. അപ്പോഴാ പറഞ്ഞത് എന്ത്, ആ ഒട്ടകം പുറത്തിരിക്കുന്ന ആളല്ല അമീറുൽ മുഅ്മിനീൻ, ഈ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച ആളാണ് അമീറുൽ മുഅ്മിനീൻ. ഞങ്ങളെ നേതാവ് ചെറുശ്ശേരി ഉസ്താദ് പിൻപറ്റുന്നത് ഈ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെയാണ്. അതേ സമയത്ത് നിങ്ങളുടെ നേതാവ് ഫറോന്റെയും ഫിർഔന്റെയും അതെ ഹാമാന്റെയും ഖാറൂന്റെയും കൂടി പിൻപറ്റുന്നത് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്, അതുകൊണ്ടാണല്ലോ ഞാനിങ്ങോട്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോ അയാളാണ് നമ്മുടെ നേതാക്കന്മാർ. ഞാനൊരു സദസ്സിലേക്ക് കയറിച്ചു, ഞാൻ ഒന്നുമല്ല, സത്യം പറഞ്ഞാൽ ഞാൻ ആ കൂട്ടത്തിൽ ഉണ്ടായി കോളേജിൽ നിന്ന് ബിരുദെടുത്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ സ്റ്റേജിൽ ഞാൻ ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ അത്ര നല്ലവനല്ല, ഞാൻ വളരെ മോശമാണ്. പിന്നെ ഈ ഡ്രസ്സ് അതെന്റെ ഉസ്താദ് ചെറുപ്പത്തിലെ ഞാൻ പഠിച്ചതുകൊണ്ട് അതെന്നെ ഇടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനത് ഇടുന്നു. ആ ആഗ്രഹം പിന്നെ അവാരിഫിൽ മഹാരിഫിൽ പറഞ്ഞിട്ടുണ്ട്, മഹാന്മാരുടെ ആ ഡ്രസ്സ് ധരിച്ച ആ മഹത്വം ഉണ്ടാവും. ഈ വെള്ള ഡ്രസ്സിൽ കന്തൂരെ കാണണം എന്നൊരു ആഗ്രഹം ഇട്ട് കഴിഞ്ഞാൽ അള്ളാഹുത്തിൽ അത് മുഖേന നന്നാക്കി തരുമല്ലോ എന്നൊരു പ്രതീക്ഷ കൊണ്ടാണ് ഇത് ഇടുന്നത്. ഉള്ളു നന്നായത് കൊണ്ടല്ല, അങ്ങനെ നന്നായി കിട്ടിയാലോ. ഏതായാലും ഈ ഒരു വിഷയം ഞാൻ ഒരു സദസ്സിലേക്ക് കയറിച്ചില്ല പ്രസംഗത്തിന് വേണ്ടി. കണ്ണൂർ ജില്ലയിൽ മാണിയൂർ ഉസ്താദ് ഇങ്ങനെ ഇരിക്കുന്നു. മാണിയൂർ ഉസ്താദ് ഇരിക്കുകയാണ്, മുസാറോ മെമ്പറാണ്, മൂപ്പർ ഇരിക്കുകയാണ്. ഞാൻ ചെന്നിട്ട് കൈ പിടിച്ചപ്പോൾ മൂപ്പരന്റെ കൈ പിടിച്ചു എന്നിട്ട് എന്റെ ചെവിടി മൂപ്പരത്തെ കടുപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, സഖാഫി ഞാൻ എഴുന്നേൽക്കാത്തത് എനിക്ക് മുട്ടുവേദനയായതുകൊണ്ടാണ്, വിഷമം വിചാരിക്കരുത്. ഉടനെ റിഫ്ലക്സ് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഉസ്താദ് എന്നെ കണ്ണേറ്റിരിക്കണം. ഉസ്താദിന്റെ ശിഷ്യന്റെ ശിഷ്യനാവാൻ പോലും ഇത് യോഗയില്ല. ഞാൻ എന്നെ കാണും ഉസ്താദ് എന്നിരിക്കലോ. ഇതെന്ത്? ഇവിടെയാണ് വിനയത്തിന്റെ ആ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്. നന്ദിദാർസുൽ അറബി കോളേജിൽ മുദ്രിസായ ഇ.കെ. ഉസ്താദ്, ശംസുൽ ഉലമയല്ല, ഇ.കെ. ഉസ്താദ്, അദ്ദേഹം പലപ്പോഴും പുതിയങ്ങാടിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു വളഞ്ഞ പടമുള്ള കാലും പിടിച്ച് നടന്നു പോയിട്ട് ബസ് കയറി പോകുന്നത്. അള്ളാഹുവെ, അങ്ങനെയുള്ള ഒരു ഇപ്പുറത്ത് ഞാൻ കണ്ടിട്ടില്ല. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് തന്നെ തീവണ്ടിയിൽ വന്നിട്ട് മാട്ടൂർ പഴയങ്ങാടി മാട്ടൂരത്തെ പരിപാടിക്ക് വന്നപ്പോൾ പഴയങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് അവിടെ ആ ചെയറിൽ അവിടുത്തെ ചെയറിൽ അരമണിക്കൂറോളം വെയിറ്റ് ചെയ്തത് കണ്ടപ്പോൾ ഞാനൊക്കെ ചിന്തിച്ച് പഠിച്ചോനെ, എന്റെ ഉസ്താദിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് കാണാൻ തന്നെ അറിയില്ല. ഞാൻ നോക്കി, ഞാൻ വിലയിരുത്തി. ബഹുമാനപ്പെട്ട ഇർഫാനിയ കോളേജിൽ ഞാൻ പോയി പാടുന്ന ഉസ്താദന്മാരൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ നോക്കി. അവിടെയൊക്കെ എല്ലാ ഉസ്താദന്മാരും ഒരു ഹാളിൽ ഒരുമിച്ച് പോയി ഭക്ഷണം കഴിക്കുന്നു. അവിടെ ഒരു ഉസ്താദിന് മുകളിലില്ല. പക്ഷെ മർക്കസ് പോയൊക്കെ അങ്ങനെ സംബോധന കാണാൻ കഴിയും. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന ഉസ്താദുണ്ടല്ലോ, മലയമ്മ സഖാഫി, അത് നിങ്ങൾ അറിയണം, അയാളെപ്പറ്റി നിങ്ങൾ അറിയണം. സത്യം പറഞ്ഞ മലയമ്മ സഖാഫിയാണ് എന്നെ ഈ പ്രസംഗ രംഗത്തേക്ക് കയറ്റിയത്. അയാൾ എന്നോട് പോകണമെന്ന് പറഞ്ഞു. അയാൾ ഇവിടുന്ന് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അയാളൊന്നും പറയില്ല. അയാൾ പാവം മനുഷ്യനാണ്. അയാൾ മർക്കസിൽ ഞാൻ അയാളെ ഹാദ്യമായി, അയാളടക്കം 3 ആൾക്ക് ഭക്ഷണം കൊടുത്ത ആളാണ്. ഇയാൾ ഉണ്ടാവുമ്പോ മർക്കസിൽ ഞാൻ അവിടെ ഉണ്ടാക്കുന്നത് അടുത്ത സൂഫി വരിനായ ഉസ്താദാണ് മലയമ്മ സഖാഫി. ഇവിടെ ഇല്ലാലോ, ഇന്നെ പറയുന്നത്. കാരണം എന്താ, ഞാൻ ഭക്ഷണം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് അയാൾ ഭക്ഷണം കഴിക്കും. ഇപ്പം തന്നെ കഴിച്ച് നമ്മളെ കൂടെ വന്നത് കണ്ടിട്ടുണ്ടാവും, കുറച്ചേ കഴിക്കും. പിന്നെ എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നോമ്പനുഷ്ഠിക്കുന്ന ഒരേ ഒരു സ്റ്റാഫ്, എല്ലാ ജമാഅത്തും കൃത്യമായി പങ്കെടുക്കുന്ന ഒരേ ഒരു സ്റ്റാഫ്, അതാണ് മലയമ്മ സഖാഫി. ഞാൻ വെറുതെ പറഞ്ഞു, അനുഭവത്തിന് വിളിച്ചിട്ടില്ല. അതേ സമയത്ത് ഇതേ റൂമിൽ കടന്നുറങ്ങുന്ന മറ്റൊരു സഖാഫി ഞായറാഴ്ച ദിവസം ആ കറുത്ത റേഡിയോയിലെ ഹലോ ഇഷ്ടഗാനവും വൈകുന്നേരം 4 മണിക്ക് സിനിമയുടെ ശബ്ദരേഖയും കേൾക്കുന്നത് ഞാൻ ചായ കൊണ്ടുപോകുമ്പോൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും മാറി നിന്നുകൊണ്ട് ദിക്റും സലാത്തും ചൊല്ലിയ ഒരു മഹത്തായ മനുഷ്യൻ പോയത്. എന്റെ അഭിപ്രായത്തിൽ ഒരു വലിയ പോലെ ഞാൻ പറഞ്ഞു. കാരണം മർക്കസിന്റെ ഉസ്താദന്മാരുടെ കൂട്ടത്തിൽ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന പെട്ട ഒരു കേസ് ഉസ്താദുണ്ട്. പിന്നെ ഈ മനുഷ്യനെ, പിന്നെ ബാക്കിയുള്ള ഉസ്താദന്മാർക്ക് വരാറില്ല പള്ളിയിൽ. അത് അറബികളൊക്കെ വരുമ്പോൾ ഓല പൊട്ടിസാക്കാൻ വേണ്ടി വരും, പഠിച്ചോർക്ക് വേണ്ടിയിട്ടല്ല. അതെന്റെ അനുഭവം, 3 കൊല്ലത്തെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇനി വേറെ അതല്ലാതെ ഇങ്ങനെ വരുന്ന മനുഷ്യൻ ഞാൻ സംഘടനകൾ മാറിയിട്ടുണ്ടെങ്കിലും ഞാൻ ആകെ 2 പരിപാടിയിലെ പങ്കെടുത്തിട്ടുണ്ട്. ഒന്ന് മജ്‌ലിസ് ഇൻസാഫിന്റെ ഇരുട്ടിയിൽ, പിന്നെ തളിപ്പറമ്പിലെ പ്രസംഗം. ഞാൻ പറഞ്ഞു സംഘാടകരോട്, ഞാൻ ഇത് നിങ്ങൾക്ക് അറിയിച്ചു തന്നു, ഇനി ഞാൻ പ്രസംഗ രംഗത്തേക്ക് ഇല്ല, ഞാൻ പ്രവർത്തിക്കാം.
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരിക്കൽ പടിഞ്ഞാറത്തറയിൽ വിമോചന യാത്ര വന്നപ്പോൾ അവിടെ വെച്ചൊരു CD മറിയമ്മ സഖാഫിയുടെ CD-യാണ് കിട്ടിയത്. ഞാൻ ആ CD വാങ്ങിയിട്ട് എന്റെ റൂമിൽ കൊണ്ടുപോയിട്ട് കമ്പ്യൂട്ടർ ഇട്ട് ഏത് മറിയമ്മ സഖാഫിയെന്ന് എനിക്ക് കാണണ്ടേ, ഏതായാലും ഇയാളാവുന്ന ഒരു പ്രതീക്ഷയില്ല. ഞാൻ ആ CD കാണുന്നത് 9:45-50 ഇയാളെ ഫോട്ടോ കണ്ട് ഇയാളെ വർത്താനം കേട്ടപ്പോ എനിക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ടി വന്നില്ല. ഞാൻ അപ്പ ഹസൻ സഖാഫിനെ വിളിച്ചു. 9:55 ഹസൻ സഖാഫിനെ വിളിച്ചു. അതുവരെ ഞാൻ പ്രസംഗത്തെ കുറിച്ച് സജീവമായിട്ടില്ല. ഞാൻ ഹസൻ സഖാഫിനെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ, ഞാൻ നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ പ്രസംഗിക്കാൻ വരില്ല എന്നല്ല പറഞ്ഞേ, എനിക്കും ചിലത് പറയാനുണ്ട്, അതുകൊണ്ട് ഇനി നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരും. എന്താ സഖാഫ് ഇങ്ങനെ മനംമാറ്റം വന്നത്? ഞാൻ പറഞ്ഞു, ഇങ്ങനെ മലയം ഉസ്താദ് ഇങ്ങനെ പറയുമ്പോ ഞങ്ങൾക്ക് മൂപ്പർ അറിയാം, ഒരു സൂഫി മട്ടിൽ ജീവിച്ചതാ മർക്കസിൽ, മലയം ഉസ്താദ് പറയാണെങ്കിൽ അങ്ങനെ പറയണല്ലോ, അതുകൊണ്ട് എന്തായാലും എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഉടനെ ഹസൻ സഖാഫ് എന്നോട് പറഞ്ഞൊരു കാര്യം ചെയ്യ്, നിങ്ങളിപ്പം വേറെ ആൾ വിളിക്കും, നാളെ കോഴിക്കോട് നിങ്ങൾ പ്രസംഗം, പിറ്റേന്ന് തന്നെ പ്രസംഗം പറയണം, നാളെ കോഴിക്കോട് വേണം വിമോചന യാത്ര, ഒന്നാമംഗലത്തിൽ പ്രസംഗിക്കോട് പറ്റുമെന്ന് പറ്റുമെന്ന്. അപ്പോ അങ്ങനെയാണ് ഞാൻ എന്നെ വിളിക്കുകയും പിറ്റേന്ന് തന്നെ വൈകുന്നേരം വന്ന് അവിടെ പറയേണ്ട വിഷയമുണ്ട്. അവിടെ പറയേണ്ട വിഷയം എന്താണ്? ഞാനത് ഇവിടുന്ന് പറയുന്നില്ല, ഞാൻ പാലാണി വെച്ച് പറഞ്ഞിട്ടുണ്ട്. നന്ദിയിലെ കുട്ടീനെ അടിച്ച വിഷയം അത് അവിടെ പറയേണ്ടതായിരുന്നു. അത് വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, തെളിവ് സഹിതം എല്ലാം പറഞ്ഞു. അങ്ങനെയാണ് പ്രസംഗ രംഗത്തേക്ക് വന്നത്. അതിനുശേഷം എന്നെ തകർക്കാൻ ഏതെല്ലാം വഴിയോടെ മാനസികമായി തകർക്കാൻ കഴിയുന്നതൊക്കെ നോക്കി ഓരോന്നായിട്ട്. ഉമ്മാനെ തല്ലി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷയമായി മഹല്ലില് പ്രശ്നമായി. അപ്പൊ ഞാൻ ഉമ്മാനെ കൊണ്ടുവന്നു ഉമ്മാനെ ഫോൺ ചെയ്ത് പറഞ്ഞു, ഉമ്മ ഇവിടത്തേക്ക് വരണം, നിങ്ങൾ എന്താ മോനെ പ്രശ്നം, ഇങ്ങനെ ഒരു വിഷയം, നിങ്ങൾ വന്ന് ഇവിടെ തെളിയിക്കണം ഈ വിഷയം. ഉമ്മ അവിടെ വന്നു, അവിടുത്തെ ഖത്തീബിന്റെ അടുത്ത് പോയി 1 മണിക്കൂർ സംസാരിച്ചു, വിഷയങ്ങളൊക്കെ വിശദീകരിച്ചു. ഉമ്മാർന്ന് പറഞ്ഞു, ഉമ്മ പോയി ഇങ്ങനെ എന്ത് ചെയ്യാ. അപ്പൊ ഒരു വിഷയം മതി, വേറെ വിഷയം ഒന്ന് കഴിഞ്ഞാൽ ഓലെ നമ്മളെ ബേക്ക് തുറന്നുകൊണ്ടേയിരിക്കുന്നത് ഉറപ്പാണ്. ഞാൻ ഓരോ ഉദ്ദേശം ഞാൻ മാറില്ല. AP ഉസ്താദ് അതേ വാദം കടടുത്ത് പറയുന്നു, ആരെ എന്തോ പറഞ്ഞാലും കുറക്കുന്നവർ കുറച്ചുകൊണ്ടിരിക്കട്ടെ, ഞാൻ എവിടെയെങ്കിലും പോയി നിർത്തി ഒന്നും പറയാതെ എവിടെയെങ്കിലും കൂടിയിരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഞാൻ പറയേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും, കുറയ്ക്കേണ്ടവർ കുറച്ചുകൊണ്ടിരിക്കട്ടെ. അത്രേ പറയുന്നേ. എല്ലാം ഇപ്പൊ നമുക്ക് വാട്സപ്പിൽ മെസ്സേജിടാൻ കഴിയില്ല, കുറേക്കല്ല ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നു, ആദർശപരമായ വിഷയത്തിൽ ഞങ്ങൾ ചോദിച്ചതിന് മറുപടി പറയുക. നമ്മൾ നിൽക്കുന്ന ആദർശം ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. ഈ 90 വർഷം പൂർത്തീകരിക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ കാര്യം, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഒരു കാലത്ത് പാണക്കാട് തങ്ങൾ സോണിയ തങ്ങളാണെന്നും തുളസിയുടെ കയ്യിൽ വെച്ച തങ്ങളാണെന്നും പത്മജിയുടെ തലയിൽ കൈവച്ച തങ്ങളാണെന്നും പറഞ്ഞ് അങ്ങേയറ്റം ആക്ഷേപിച്ച തങ്ങളുടെ മുഖമാണ് നമ്മൾ ആ കാണുന്നത്. ആ തങ്ങൾ വഫാത്തായപ്പോൾ തങ്ങളെ ഏറ്റവും മഹത്വവൽക്കരിച്ചത് ഇവരായിരുന്നു. പോരാ, കാളമ്പാട് ഉസ്താദിനെ കാള എന്ന് പറഞ്ഞ് മോശമാക്കി ചിത്രീകരിച്ച് കാളമ്പാട് ഉസ്താദ് മരിച്ചപ്പോൾ ആത്മീയ നേതാവായി മാറി. പോരാ, ശംസുലമയെ പറ്റി ഇസ്താവലയും ഷെയ്ത്താൻ എന്ന് പറഞ്ഞ് നരകത്തിന്റെ ആളാക്കി മാറ്റിയവർ ശംസുലമ വഫാത്തായപ്പോൾ ശംസുലമയുടെ ആളുകളായി മാറി. കണ്ണിയത്ത് ഉസ്താദിനെ ഉപ്പും ചാക്ക് എന്ന് പറഞ്ഞ് തള്ളി പറഞ്ഞ അപ്പൻചാത്ത എന്ന് പറഞ്ഞ അവര് ശംസുലമ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ നേതാവായി മാറി. ഇങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെല്ലാം വഫാത്താവുന്ന വഫാത്തായപ്പോ അവരെ നേതാവ് ജീവിച്ചിരിക്കുന്നതിന് പറ്റൂല. ഇന്ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ഷാഹിനെ പറ്റിയിട്ട് അവർ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും അല്ലാഹു ആയുസ് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, പാണക്കാട് തങ്ങൾക്ക് അല്ലാഹു തആല ആഫിയത്തോടുള്ള ദീർഘായുസ്സോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. തങ്ങളുടെ വഫാത്തിനെ ചോദ്യം പറയും, തങ്ങളെ പോലെ നല്ലൊരു മനുഷ്യൻ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ തട്ടിപ്പെടുന്ന ഒരു ടീമാണ്. അല്ലാഹു നമുക്കൊരിക്കലും ജീവിതകാലത്ത് പറഞ്ഞ ആളെ മനുഷ്യനെ നന്നാക്കേണ്ട ഗതികേട് വന്നിട്ടില്ല. നമുക്ക് ഫിർഔനും ഹാമാനും ഖാറൂനും അബൂജഹലും ജീവിച്ചിരിക്കുമ്പോഴും മോശക്കാര് തന്നെയാണ്, മരിച്ചാൽ മോശക്കാര് തന്നെയാണ്. നമുക്ക് എന്തില്ല, പിന്നെ നന്നാക്കി പറഞ്ഞ സാഹചര്യമില്ല. അല്ലാഹു സത്യസത്യമായി മനസ്സിലാക്കാനും അത് ഉൾപ്പെടുന്ന സംസ്കൃതത്തിന് അടുത്ത് നിർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മാസം 11, 12, 13, 14 തീയതികളിൽ വരക്കൽ മുലക്കോട്ടങ്ങളെ വെച്ച് നടക്കുന്ന പരിപാടിയിൽ എല്ലാവരും സംബന്ധിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.